മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു 1,24,000 വരുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പേര് ഖുർആൻ പറഞ്ഞിട്ടില്ല. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ ഒരാളുടെയും പേര് ഖുർആൻ പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ ലോകത്തുള്ള കോടാനകോടി ജനങ്ങൾ ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന അല്ലാഹുവിന്റെ കലാമായ ഗ്രന്ഥത്തിലുള്ള ഒരേ ഒരു സ്വഹാബി മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകൾ കച്ചവടക്കാരായ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ശത്രുക്കൾ മുഖേന കൊള്ളയടിക്കപ്പെട്ട് മക്കയിലെ അടിമച്ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കപ്പെട്ടയാളായിരുന്നു. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലേക്ക് ഒരു അടിമയായിട്ടാണ് ആരോ സമ്മാനിച്ചിട്ട് ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു എത്തുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ പ്രവാചകൻ ഒരു സന്തോഷത്തിന് വേണ്ടി, തന്റെ ഖിദ്മത്തിന് വേണ്ടി, സേവനത്തിന് വേണ്ടി സെയ്ദിനെ കൈമാറുകയുണ്ടായി. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പരിശുദ്ധ ഹബീബ് സ്വീകരിച്ച ഒരു അടിമയായിട്ടല്ല, തന്റെ ഒരു കുഞ്ഞായിട്ടാണ്, തന്റെ മകനെ പോലെയാണ് സെയ്ദിനെ കണ്ടത്. സെയ്ദിനെ സ്വതന്ത്രനാക്കി, എല്ലാ സ്വാതന്ത്ര്യവും സെയ്ദിന് നൽകി. ഒരിക്കലും ഒരടിമയുടെയും ഉടമയുടെയും ഇടപാടുകളല്ല മഹാനായ സെയ്ദിന്റെയും മുഹമ്മദുർ റസൂലിന്റെയും ഇടയിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ സെയ്ദിനെ വിളിച്ചിരുന്നത് സെയ്ദ് ഇബ്നു ഹാരിസ എന്നല്ല, സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്നായിരുന്നു. സെയ്ദിനെ മുഹമ്മദുർ റസൂൽ മകനായി കാണുന്നത് പോലെ സ്വഹാബികൾക്കിടയിൽ മക്കളായി ദത്തെടുത്തിരിക്കുന്ന പല ആളുകളും അന്നുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ അന്നുണ്ടായിരുന്നു, വളർത്തുപുത്രന്മാരെന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് സെയ്ദിന്റെ പിതാവായ ഹാരിസയും പിതാവിന്റെ സഹോദരനായ കഅബും സെയ്ദിനെ അന്വേഷിച്ചു കൊണ്ടുവരുന്നത്. ആളുകൾ പറഞ്ഞു, സെയ്ദ് മക്കയിലുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മക്കയിൽ അവരെത്തി മുഹമ്മദുർ റസൂലിനെ അന്വേഷിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ പറഞ്ഞു, മുഹമ്മദ് നബി കഅബയുടെ സമീപത്തുണ്ടാകും. കഅബ ഷരീഫിന്റെ സമീപത്ത് ആരാധനയിൽ മുഴുകിയിരുന്ന പ്രവാചകന്റെ അടുക്കലേക്ക് ഇവർ രണ്ടുപേരും ചെന്നു. കാര്യങ്ങൾ സംസാരിച്ചു. പ്രവാചകർ അവർക്ക് സ്വീകാര്യയോഗ്യമായ ഒരു തീരുമാനം പറഞ്ഞു. സെയ്ദ് എന്റെ കൂടെയുണ്ട്, സെയ്ദിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാം, പക്ഷേ സെയ്ദിന്റെ സമ്മതം വേണം. സെയ്ദിന് താല്പര്യം നിങ്ങളുടെ കൂടെ വരലാണോ എങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതല്ല സെയ്ദിന്റെ തീരുമാനം എന്റെ കൂടെ നിൽക്കലാണോ എങ്കിൽ എന്റെയും അദ്ദേഹത്തിന്റെയും ഇടയിൽ വേർപിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് ഞാൻ സെയ്ദിനെ വിട്ടുതരില്ല. പാപ്പാക്ക് വലിയ സന്തോഷമായി. കാരണം ഒരിക്കലും ഒരു മകൻ പിതാവിന്റെ കൂടെ ഞാൻ വരില്ല എന്ന് പറയില്ല എന്ന് സെയ്ദിന് പിതാവിന് ഉറപ്പാണ്, ഹാരിസക്ക് ഉറപ്പാണ്. ഇവരെല്ലാവരും കൂടെ ഒരു സംഘമായി വീട്ടിലേക്ക് ചെന്നു. സെയ്ദിനെ വിളിച്ചു. സെയ്ദിന് വലിയ ആനന്ദമായി. പ്രവാചകനോട് പ്രവാചകർ ചോദിച്ചു, സെയ്ദേ, ഇതാരാണെന്ന് നിനക്കറിയുമോ? അതെ, ഇതെന്റെ ഉപ്പയാണ്, ഇതെന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരനായ കഅബാണ്. പിതാവ് പറഞ്ഞു, മോനെ, ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. സെയ്ദിന്റെ മുഖം വാടി, കണ്ണുകൾ നിറഞ്ഞു. താഴേക്ക് നോക്കി നിൽക്കുമ്പോ വീണ്ടും പിതാവ് പറയുകയാണ്, മോനെ, നീ ഞങ്ങളുടെ കൂടെ വാ. നിന്റെ യജമാനനായ മുഹമ്മദിന് ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എത്ര ദീനാറുകളാണോ ദിർഹമുകളാണോ ഇതിനാവശ്യമായിട്ടുള്ളത് അത് ഞങ്ങൾ മോചനദ്രവ്യമായി നൽകി നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് ഞങ്ങൾ. സെയ്ദിന്റെ മറുപടി ഇതായിരുന്നു, ഇല്ല ഉപ്പാ, ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറല്ല. പിതാവ് വല്ലാതെ അത്ഭുതവും ദേഷ്യവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു, മോനെ, നീ അടിമത്വത്തെയാണോ സ്വാതന്ത്ര്യത്തെക്കാൾ വലുതായി തെരഞ്ഞെടുക്കുന്നത്? അല്ല ഉപ്പാ, ഞാൻ ഒരിക്കലും ഇവിടെ അടിമയല്ല. എനിക്കിവിടെ യാതൊരു പാരതന്ത്ര്യവുമില്ല. എന്റെ ഉപ്പയേക്കാൾ എനിക്കെല്ലാ സ്നേഹവും നൽകുന്നയാളാണ് ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടുത്തെയോട് കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
പരിശുദ്ധ ഹബീബിന്റെ അടുക്കൽ ഈ പിതാവ് സ്നേഹ സംഭാഷണം നടത്തി തിരിച്ചുപോയി എന്നാണ് ചരിത്ര സംഗ്രഹം. ഏതായാലും അതിനുശേഷം ജനങ്ങൾ ഒന്നുകൂടെ മുഹമ്മദുർ റസൂലിലേക്ക് ചേർത്തിയിട്ടായിരുന്നു സെയ്ദിനെ വിളിച്ചിരുന്നത്. സെയ്ദ് എന്റെ മകനാണ് എന്ന് പ്രവാചകർ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഖുർആൻ പരിശുദ്ധമായ മദീനയിൽ ഈ ഒരു വിഷയം വല്ലാത്ത ഗൗരവത്തിലെടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ, പല വിവാഹ ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ വന്നപ്പോൾ, സ്വന്തം മക്കളുടെ കല്യാണക്കാര്യം പോലെ ഈ ദത്തുപുത്രന്മാരുടെ കല്യാണക്കാര്യത്തിൽ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ അല്ലാഹു തആല കണിശമായി ഈ ഒരു കാര്യം പറഞ്ഞത്, ഉദ്ഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ്. ദത്തെടുത്ത പുത്രന്മാർ നിങ്ങളുടെ ഇടയിൽ വളരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ സ്വന്തം പുത്രന്മാരായി കാണരുത്. നിങ്ങൾ അവരുടെ പിതാക്കന്മാരിലേക്ക് ചേർത്തിയിട്ടാണ് വിളിക്കേണ്ടത്. ഫഇല്ലം തഅലമൂ ആബാഅഹും, അവരുടെ പിതാക്കന്മാർ ആരാണെന്ന് ഇനി നിങ്ങൾക്കറിയില്ല എങ്കിൽ അവർ ദീനിൽ നിങ്ങളുടെ സഹോദരന്മാരാണ്, അല്ലാതെ നിങ്ങളുടെ മക്കളല്ല. ഫഇഖ്വാനുകും ഫിദ്ദീനി വമവാലീകും, അവർ നിങ്ങളുടെ സഹായികളുമാണ്. ഇത്രയും കാലം നിങ്ങൾ അവരെ മക്കളായി പരിഗണിച്ചുവല്ലോ, ഇത്രയും കാലം നിങ്ങൾക്കതിന്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾ നൽകിയല്ലോ, അത് നിങ്ങൾക്ക് പ്രശ്നമല്ല. കഴിഞ്ഞുപോയതിൽ നിങ്ങളെ അല്ലാഹു ശിക്ഷിക്കുന്നതല്ല. വലൈസ അലൈക്കും ജുനാഹുൻ ഫീമാ അഖ്തഅതും ബി വലാകിൻ മാ തഅമ്മദത് ഖുലൂബുകും വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ഈ വിഷയം ഖണ്ഡിതമായി ഖുർആൻ പറഞ്ഞു. അതിനിടയിൽ ഇതിലെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന സൈനബ് ബിൻത് ജഹ്ഷിനെ വിവാഹമോചനം ചെയ്യുകയും പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിക്കുകയും ചെയ്തു. ഇവർ നിങ്ങളുടെ മക്കളല്ല. ഇവരുമായുള്ള ബന്ധത്തിന്റെ നിർവചനം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ നിയമമായി അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു വിവാഹത്തിന് അല്ലാഹു തആല പ്രവാചകനോട് കൽപ്പിച്ചപ്പോൾ ജനങ്ങൾ പ്രവാചകനെ സംബന്ധിച്ച് മുനാഫിഖീങ്ങളും ജൂതന്മാരും ആക്ഷേപം പറഞ്ഞത്, മുഹമ്മദുൻ തസവ്വജ ഇംറഅത സൈദിൻ, സൈദ് എന്ന മകന്റെ ഭാര്യയെ ഇതാ മുഹമ്മദ് കല്യാണം കഴിച്ചിരിക്കുന്നു. എങ്ങനെയാണ് മകന്റെ ഭാര്യയെ കല്യാണം കഴിക്കുക? വിവാഹമോചനം ചെയ്യപ്പെട്ട ശേഷമാണെങ്കിലും. അപ്പോഴാണ് അല്ലാഹു തആല മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും, ഒരിക്കലും പരിശുദ്ധ റസൂൽ നിങ്ങളുടെ ഇടയിൽ ഒരാളുടെയും പിതാവല്ല, സെയ്ദിന്റെ പിതാവല്ല. ഖുർആൻ അത് കണിശമായി പറഞ്ഞു. മുഹമ്മദ് നബി ആരാണെന്നും പറഞ്ഞു. വലാകിർ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ അലീമാ. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്, പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സമ്പ്രദായത്തെ നിശിതമായി വിമർശിക്കുകയും പുതിയ ഒരു സംസ്കാരം സന്താനങ്ങളുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ ദീൻ ആ കാലത്ത് കൃത്യമായി സ്ഥാപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, മറ്റൊന്നാണ് വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന മക്കൾ. ഇത് വളരെ ഗൗരവമാണ്. ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം ഒരു സമ്പ്രദായം വളരെ വിഷയമല്ലാത്ത രീതിയിലാണ് ജനങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ നമ്മുടെ സംസ്കൃതിയിലും നമ്മുടെ നാടിന്റെ സാഹചര്യത്തിലും അത് സാർവത്രികമല്ല എന്ന് വെക്കാം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഡേറ്റിംഗ് സമ്പ്രദായത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇഷ്ടമുള്ള പുരുഷന്റെ കൂടെ ഇത്ര കാലയളവ്, ഇഷ്ടമുള്ള കാമുകിയോടുകൂടെ ഇത്ര കാലയളവ്,
അങ്ങനെ അവർ കഴിഞ്ഞുകൂടുകയും അവർക്ക് തൃപ്തിയല്ല എന്ന് തോന്നിയാൽ ജീവിതത്തിൽ നിന്നവരെ ഒഴിവാക്കുകയും ചെയ്ത് സ്വതന്ത്രമായി ജീവിതം നയിക്കുന്ന ആളുകൾ, കാമുകന്മാരിലൂടെ ഉണ്ടായ മക്കളെ സ്വന്തം മക്കളായി പരിഗണിക്കുകയും ആ രീതിയിൽ തന്നെ അവരെ കാണുകയും ചെയ്യുന്ന ഏറ്റവും മലീമസമായ ഒരു അന്തരീക്ഷം പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ട്. അവർക്ക് പിതാവ് വേണമെന്ന് ആഗ്രഹമില്ല, ഭർത്താവിനോടുകൂടെ ജീവിക്കണമെന്ന് ഒരു താല്പര്യമില്ല. ആ രീതിയിൽ ലോകത്ത് സന്താനങ്ങൾ വളർന്നു വരികയും അവരിലൂടെ അരാജകത്വങ്ങൾ ഉണ്ടാവുകയും അത് ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച കാലഘട്ടത്തിൽ ലോകത്ത് വലിയ പ്രതിസന്ധികൾക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യം മാത്രമേ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നുള്ളൂ. അംഗീകൃതമായ വിവാഹത്തിലൂടെയല്ലാതെ ഉണ്ടായവരെ അല്ലാഹു മക്കളായി പരിഗണിക്കുകയില്ല. മാതാവിനൊരു പക്ഷേ മക്കൾ എന്ന രീതിയിൽ അല്ലാഹു തആല പരിഗണിക്കുമെങ്കിലും പിതാവിലേക്ക് ചേർത്തുന്ന മക്കളായി അല്ലാഹുവിന്റെ ദീൻ ഒരിക്കലും അവരെ പരിഗണിക്കുകയില്ല. അതേറെ ഗൗരവമാണ്, ഏറെ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല എല്ലാ തിന്മകളെയും അല്ലാഹു പല രീതിയിൽ വിമർശിച്ചപ്പോൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഓരോ കാര്യത്തെക്കുറിച്ചും അല്ലാഹു അതിന്റെ ഗൗരവത്തിന്റെ ശക്തിയെ പറഞ്ഞപ്പോ അതിലേറ്റവും ശക്തമായി പറഞ്ഞ തിന്മയായി വലാ തഖറബുസ്സിനാ, വ്യഭിചരിക്കരുത് എന്നല്ല, അതിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്ന കണിശമായ താക്കീത് കൊണ്ട് ആ തെറ്റിനെ അല്ലാഹു തആല വിലക്കുകയുണ്ടായത്. അങ്ങനെ ഉണ്ടായവരെയും അല്ലാഹു തആല മക്കളായി പരിഗണിക്കുന്നില്ല. ചുരുക്കത്തിൽ മക്കളാരാണ്? നമ്മളുടെയൊക്കെ ജീവിതാവസ്ഥകൾ പോലെ അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ഖൈർ നൽകുമാറാകട്ടെ. അംഗീകൃതമായ വിവാഹത്തിലൂടെ അല്ലാഹു നൽകിയ ആ ഔദാര്യം, അവൻ നൽകിയ സൗഭാഗ്യം, അതാണ് മക്കൾ എന്ന് പറയുന്നയാൾ. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. അൽ മാലു സമ്പത്ത്, വൽ ബനൂന ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളുമായ സന്താനങ്ങൾ, സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, അവർ ഭൗതിക ലോകത്തെ അലങ്കാരങ്ങളാണ്. അവരാണ് ജീവിതത്തിലെ നമ്മെ ത്രസിപ്പിക്കുന്നത്, അവരാണ് ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. നമ്മളൊക്കെ ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നു എന്ന് ചോദിച്ചാൽ മക്കൾക്ക് വേണ്ടി എന്നല്ലേ നിങ്ങൾ അതിന് മറുപടി പറയുക? ഇരിക്കുന്നവരിൽ എത്രയോ ആളുകളുണ്ടല്ലോ ഗൾഫ് രാജ്യങ്ങളിൽ എത്രയോ പ്രയാസം അനുഭവിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, 14-16 മണിക്കൂറുകളെ ഒരു വിശ്രമവും അറിയാതെ നിസ്സാരമായ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ ഈ ശക്തമായ മഴയത്തും അതികഠിനമായ വെയിലിലും തങ്ങളുടെ ജീവിതോപാധിയായി അവർക്ക് നിർവഹിക്കാൻ കഴിയുന്ന ജോലികളിൽ ഏർപ്പെട്ട് അവർ വരുമാനമുണ്ടാക്കുന്നത്, സമ്പാദ്യമുണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? എന്താ നമ്മൾ പറയാ? മാതാപിതാക്കൾക്ക് വേണ്ടിയാന്ന് പറയാറുണ്ടോ? ഭാര്യയ്ക്ക് വേണ്ടിയാണ് പറയാറുണ്ടോ? പെങ്ങന്മാർക്ക് വേണ്ടിയാണ് പറയാറുണ്ടോ? പൊതുവിൽ രക്ഷിതാക്കളൊക്കെ പറയുന്ന ഒരു തരം എന്റെ മക്കൾ കരിമേടിക്കുവാൻ എന്നുള്ളതാണ്. മക്കൾ നമുക്ക് അഭിമാനമാണ്, മക്കൾ നമ്മുടെ ജീവിതത്തിന്റെ സുഗന്ധമാണ്. അവരാണ് നമ്മെ എല്ലാ സൗഭാഗ്യത്തിനും പ്രേരിപ്പിക്കുന്നത്. അവരാണ് ജീവിതത്തിന്റെ ഒരാനന്ദമായി ജീവിക്കുവാനുള്ള ഒരു പ്രേരണ യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും നൽകുന്നത്. സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. എന്നാൽ ആ മക്കൾ നന്മയുള്ളവരായി അവരിലൂടെ ഇരുലോകത്തും നമുക്ക് എന്തെല്ലാം ശേഷിപ്പുകൾ ലഭ്യമാകുന്നുണ്ടോ
അവരിലെ ഏറ്റവും ഉത്തമരായി, ഏറ്റവും സൽഗുണസമ്പന്നരായി ആ മക്കളിലുള്ള നന്മകളെ നമുക്ക് ശേഷിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ അത് മാത്രമാണ് വൽബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ആ സന്താനങ്ങളിലെ നന്മ അവശേഷിപ്പിക്കുന്നവർ മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഉത്തമമായ പ്രതിഫലം ലഭ്യമാകുവാനും ഏറ്റവും ശ്രേഷ്ഠമായ സ്വർഗം നേടിയെടുക്കുവാനും നമുക്ക് സഹായകമാകുന്നതെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പറയുകയാണ്. ഇതാകുവാനാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളും, നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കളും ഈ ഒരവസ്ഥയെത്തുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് മുഅ്മിനീങ്ങളെ നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. എന്തെല്ലാം സംഗതികളാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഒരിക്കൽ ആയുർദൈർഘ്യത്തെക്കുറിച്ച് സംസാരിക്കുകയായി. ചില കാര്യങ്ങൾ ചെയ്താൽ അല്ലാഹു തആല വയസ്സിൽ വർധനവ് നൽകും. അതിപ്പോ എങ്ങനെയാ? 85 വയസ്സ് 90 വയസ്സാവുക, 95 വയസ്സ് 100 വയസ്സാവുക. ഇതെങ്ങനെയാണ് വയസ്സിൽ വർധനവുണ്ടാകുന്നത്? സ്വഹാബികൾ ചോദിച്ചു, നബിയേ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അല്ലാഹു തആല അത് പിന്തിപ്പിക്കുകയില്ലല്ലോ. ഏതാണോ അജൽ അതോടുകൂടെ കഴിഞ്ഞില്ലേ, പിന്നെ എങ്ങനെയാണ് ഈ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞ സംഗതി? നമ്മളൊക്കെ പറയും ചിലപ്പോ ദീർഘായുസ് നൽകണേ, വയസ്സിന് വർധനവ് നൽകണേ എന്നൊക്കെ പറയും. അതിന് പല വ്യാഖ്യാനങ്ങളുമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനമാണ് ഹബീബായ പ്രവാചകന്റെ ഈ തിരുവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടുന്ന് പറയുകയാണ്, വ ഇന്നമസ്സിയാദതു ഫിൽ ഉംരി, ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ അയ്യർസുഖല്ലാഹുൽ അബ്ദ, ഒരാൾക്ക് അല്ലാഹു തആല നൽകലാണ് ദുരിയതൻ സ്വാലിഹാ, നല്ല മക്കളെ അല്ലാഹു തആല നൽകലാണ്. എങ്ങനെയുള്ള നല്ല മക്കൾ? യദ്ഊന ലഹു, ഇവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കൾ, പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴോ ഇവരുടെ ദുആ ഈ മാതാവിന്റെയും പിതാവിന്റെയും ഖബറിലേക്ക് ചേരുമല്ലോ. അങ്ങനെ അവരുടെ ഓർമ്മ നിലനിൽക്കുമല്ലോ, അവരുടെ സ്മരണ കാലങ്ങളായി നിലനിൽക്കുമല്ലോ. അത് തന്നെയാണ് ഒരാളുടെ വയസ്സിലുള്ള വർധനവ്. അത് നല്ല മക്കളിലൂടെയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ ഈ ഖബർസ്ഥാനിലുള്ളവരോട് സലാം പറഞ്ഞ് ഞാനിങ്ങനെ പോകുമ്പോ ചുറ്റുഭാഗത്ത് നോക്കി ഇരുട്ടിലിങ്ങനെ മീസാൻ കല്ലുകൾ ഉയർന്നു നിൽക്കുമ്പോ എന്റെ കൂടെയുള്ള പണ്ഡിതനായ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, എത്രയോ ഖബറുകൾ ഇവിടെ ഉണ്ടല്ലോ എന്ന്. ശരിയാണ്, പക്ഷേ ഈ ഖബറുകളിൽ അറിയപ്പെടുന്ന എത്ര ഖബറുകളുണ്ട്? ഞാൻ ചോദിക്കട്ടെയോ, നമുക്ക് എത്ര ആളുകൾക്കാണ് നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകളുടെ അടുക്കൽ പോകാൻ അവസരമുണ്ടാകുന്നത്? വെല്ലിമ്മ വെല്ലിപ്പമാരുടെ ഇനി അങ്ങനെ പോകുന്നില്ല എന്ന് കരുതി അവരൊക്കെ മോശക്കാരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്കൊന്ന് സമാധാനിക്കാൻ, നമുക്കൊന്ന് ആശ്വസിക്കാൻ, നമ്മുടെ ഉപ്പമാർ അവരുടെ ഉപ്പയുടെ ഖബറിന്റെ അവിടേക്ക്, അവരുടെ ഉമ്മായുടെ ഖബറിന്റെ അവിടേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോയി നമ്മൾ നമ്മളുടെ മക്കൾക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ കാലങ്ങളോളം ഒരു ചങ്ങല പോലെ ഒരിക്കലും മറക്കാത്ത, നമ്മൾ അവരെ കണ്ടിട്ടില്ല എങ്കിലും അവരുടെ ഖബറുകളുടെ അവിടെ പോയി നമ്മളും നമ്മളുടെ മക്കളും നമ്മളുടെ മക്കളുടെ മക്കളും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് തന്നെയാണ്, അത് അല്ലാഹു തആല അവരുടെ ജീവിതകാലത്ത് അവർക്ക് നൽകിയ സമ്മാനമാണ്, അത് അവർക്ക് നൽകിയ ആയുർദൈർഘ്യമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വലാത്തു ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ പറയുന്ന ഹദീസ് എല്ലാ പ്രസംഗങ്ങളിലും കേൾക്കുന്നതാണ്. അവിടുന്ന് പറഞ്ഞല്ലോ, ഹബീബായ റസൂലുള്ള പറഞ്ഞുവല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ നിന്ന് കർമ്മപരമായ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു. ഇൻഖതഅ അമലുഹു, ഇനി അവന് നിസ്കരിക്കാൻ കഴിയില്ല,
ഇനി അവന് നോമ്പ് നോൽക്കാൻ കഴിയില്ല, ഇനി അവന് ഒന്നും പറയാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ മുൻപ് ചെയ്ത അവന്റെ കർമ്മങ്ങളിൽ അവന് ഗുണം ചെയ്യുന്ന ചില കാര്യങ്ങൾ അവന് വീണ്ടും ബന്ധപ്പെടാൻ കഴിയും. അതെന്താണ്? അത് അവനുമായി മുറിഞ്ഞു പോകുന്നില്ല, ആ ബന്ധം അവന് നിലനിൽക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഔ വലദുൻ സ്വാലിഹൻ യദ്ഉ ലഹു. തന്റെ പ്രിയപ്പെട്ട മക്കളെ ഖുർആൻ പഠിപ്പിച്ചപ്പോ, തന്റെ പ്രിയപ്പെട്ട മക്കളെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കൊണ്ടുപോയപ്പോ, വാളിന്റെ മജ്‌ലിസുകളിലേക്ക് പുറപ്പെടുമ്പോ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ നീയും വാടാ പൊന്നുമോനെ എന്ന് പറഞ്ഞ് പൊന്നുമോനെ കൊണ്ടുപോയിട്ട് തൊട്ടടുക്കലുള്ള കസേരയിലിരുത്തിയപ്പോ ആ മക്കൾക്ക് നല്ല സംസ്കാരം വളർന്നു വന്നപ്പോ അവന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരങ്ങൾ, ദീനിനെ കുറിച്ചുള്ള ആവേശകരമായ ആലോചനകൾ നിറഞ്ഞു നിന്നപ്പോ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നമ്മൾ മരിച്ചുപോയാലും നമ്മൾ ജീവിതത്തിൽ ചെയ്ത ഈ ഒരു അമലുണ്ടല്ലോ, മക്കളെ നന്നാക്കുക എന്ന അമല്, ആ അമല് മുറിഞ്ഞു പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ അവനോതുന്ന ഓരോ ഫാത്തിഹയുടെയും, അവൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുടെയും, അവൻ ചെയ്യുന്ന ഓരോ നന്മകളുടെയും ഒരംശം ആ ഉമ്മയുടെയും ഉപ്പയുടെയും ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് സാമാന്യമായ ഒരു ചിന്തയെങ്കിലും ഹൃദയത്തിൽ സമ്മാനിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധ്യമാവുക എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ മക്കളെ നാം മര്യാദ പഠിപ്പിക്കേണ്ട ഏറ്റവും മിനിമമായ അവസ്ഥ, അതിന്റെ ഏറ്റവും ചെറിയ അവസ്ഥ ആ ഒരു രംഗമാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു നന്നാക്കുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങൾക്ക് അല്ലാഹു തആല എല്ലാ നന്മകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബേജാറിലിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്തേ? ഈ നാട്ടില് എന്തെല്ലാം കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് റിപ്പോർട്ട് വന്നൊരു ഏറ്റവും ശക്തമായ ഒരു മയക്കുമരുന്നുമായിട്ട് പിടിക്കപ്പെട്ടതും നമ്മുടെ സമൂഹത്തിലെ 10-22 വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ്. നമ്മൾ പറയും ഒന്നല്ലേ ഉള്ളൂ, പെൺവാണിഭ കേസുകളില്, പീഡന കേസുകളില്, മോഷണ കേസുകളില്, ഇതൊക്കെ ആരുടെയെങ്കിലും മക്കളാണ്. നമ്മുടെ മക്കൾക്ക് തുല്യരായ നമ്മുടെ സന്താനങ്ങൾക്കിടയിൽപ്പെട്ട ഏതെങ്കിലും ആളുകളാണ് ഈ കേസുകളിലൊക്കെ പിടിക്കപ്പെടുന്നത്. അതോടൊപ്പം നിങ്ങൾ നോക്കൂ, ഒരു തരം ആവേശവും ഒരു തരം ചിന്താഗതിയും നമ്മുടെ മക്കളെ വല്ലാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. നയിക്കാനോ പേടിക്കുവാനോ അവർക്കാരുമില്ല എന്ന ഒരു തോന്നൽ പോലെ. ഇവിടെയാണ് നമ്മൾ ഗൗരവത്തോടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. എന്താണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്? ഗൗരവത്തോടെ നിങ്ങൾ കേൾക്കണം, ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കണം. എല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നത്തിലോ കുഴപ്പത്തിലോ ഇടപെടുമ്പോഴായിരിക്കും ഉസ്താദുമാരുടെ അടുക്കൽ വരിക, അതല്ലെങ്കിൽ ദ്വാരക്കാൻ വേണ്ടി പറയല്. ദ്വാരക്കാൻ വേണ്ടി പറയുന്നതിന് ഉസ്താദുമാരുടെ അടുക്കൽ വരുന്നതിന് ഞാൻ ആക്ഷേപിക്കല്ല, പക്ഷെ എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത്. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട, നമ്മൾ വാപ്പ ഉമ്മ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട പലതും നമ്മൾ ചെയ്തിട്ടില്ല. അതിന്റെ സമയം കഴിഞ്ഞു പോയിട്ടില്ലെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരെ, സഹോദരന്മാരെ, ഒന്നാമതായി മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്നറിയോ? അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക എന്നതാണ്, ദുആ ചെയ്യുക എന്നതാണ്. അയ്യോ, ഇതാണോ ഇത്ര കാര്യമായിട്ട് പറയാറുള്ളത്? എപ്പോഴും ദുആ ചെയ്യാറുണ്ടല്ലോ. എന്തിനാ ദ്വാരക്കാറുള്ളത്? എല്ലാ വിഷയത്തിലും A+ കിട്ടാൻ. എല്ലാ വിഷയത്തിലും A+ കിട്ടിയാൽ ഏറ്റവും നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ. ഇനി ഏറ്റവും നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാലോ ഏറ്റവും നല്ല ബെഞ്ചിലിരിക്കാൻ, അവന്റെ അപ്പുറത്തുള്ള ആൾ ഉഷാറാവാൻ, ഇപ്പുറത്തുള്ള ആൾ ഉഷാറാവാൻ, ഓരോ പരീക്ഷയിലും ജയിക്കാൻ, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും പല രീതിയിലും നമ്മൾ ദുആ ചെയ്യും, അല്ലേ?
ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ദുആ, വിസ ശരിയാൻ വേണ്ടിയിട്ടുള്ള ദുആ, ഇനി അവിടെ ചെന്നിട്ടുണ്ടെങ്കിലും അവന്റെ മനസ്സവിടെ ഉറക്കാനുള്ള ദുആ, അത് കഴിഞ്ഞാലോ അവന്റെ അറബിയുടെ സ്വഭാവം നന്നാവാനുള്ള ദുആ. അങ്ങനെ ഓരോ ദുആകളുടെ വലിയ ഒരു ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ മജ്ലിസിൽ ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ ഞാൻ ഒരിക്കലും ദ്വാരക്കാത്തവരാന്ന് പറയുന്നില്ല. ദ്വാരക്കാൻ ആഗ്രഹമുള്ളവരും ദ്വാരക്കാനുള്ളവരുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ മക്കൾക്ക് വേണ്ടിയുള്ള ദുആയെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഖുർആൻ അതിന് മാതൃകയുണ്ടല്ലോ. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ഏറ്റവും വലിയ മാതൃക ആരാണ്? മക്കളില്ലാത്തതിന്റെ പേരിൽ ലോകത്ത് പ്രസിദ്ധനായ ഒരു പ്രവാചകനുണ്ടല്ലോ, മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. മക്കളില്ലാത്തതിന്റെ പേരിൽ ലോകപ്രസിദ്ധനായ ഒരാളാണ്. ദുആ ചെയ്ത് മക്കളെ മേടിച്ചുവല്ലോ. അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വളരെ ക്ഷമാപൂർവം പ്രാർത്ഥിച്ച് അള്ളാഹു തആല മക്കളെ കൊടുത്തുവല്ലോ. പക്ഷെ ആ ദുആ എങ്ങനെയായിരുന്നു? എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞുണ്ടാകണമെന്നുള്ളതല്ല, ഏതെങ്കിലും മരുന്ന് കുത്തിവെച്ചിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്നുള്ളതല്ല, ഏതെങ്കിലും അനാവശ്യമായ മാർഗങ്ങൾ തേടിയിട്ട് മക്കൾ ഉണ്ടാകണമെന്നുള്ളതല്ല. പടച്ചോനെ, എത്ര ആളുകൾക്ക് നീ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു, എനിക്ക് മാത്രം എന്തേ നീ കുഞ്ഞുങ്ങളെ തരാത്തത് എന്ന് അള്ളാഹുവിനെ പഴി പറഞ്ഞുകൊണ്ടല്ല. എനിക്ക് മക്കളായിട്ടില്ലല്ലോ, അള്ളാഹു എന്നെ മാത്രം ആ ഒരു അനുഗ്രഹത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞുവല്ലോ എന്ന പരിഭവം ഒരാളുമായും പങ്കുവെച്ചിട്ടല്ല മുഅ്മിനീങ്ങളെ. റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ. റബ്ബേ, നിന്റെ ഔദാര്യമായി എനിക്ക് നീ താ. അടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മിനസ്സാലിഹീൻ, നല്ല ആളുകളിൽപ്പെട്ടവരാണ്, നല്ല മക്കളിൽപ്പെട്ടവരാളെ. അള്ളാഹ് അത് കൊടുത്തില്ലേ? ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുത്തില്ലേ? ഫബശ്ശർനാഹു ബിഗുലാം ഹലീം. അനേകം സന്താനങ്ങളുടെ വലിയ ഒരു നേതാവായി മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം മാറി ബഹുമാനപ്പെട്ടവരുടെ ഈ ഒരു ദുആ കൊണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില്ലറക്കാരല്ല മക്കളിലുണ്ടായത്. ഇസ്മായിൽ നബിയുടെ മക്കളിലുണ്ടായവരെ നിങ്ങൾക്കറിയാമല്ലോ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. പറയൂ നിങ്ങൾ സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മായിൽ നബിയുടെ മക്കളിൽ മുഹമ്മദുർ റസൂൽ ഉണ്ടായി. ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ മക്കളിലോ പ്രവാചകന്മാരുടെ വലിയ ഒരു നിര തന്നെയുണ്ടായി. നമുക്കെല്ലാവർക്കും സുപരിചിതരായ പ്രവാചകന്മാർ. ബഹുമാനപ്പെട്ടവരുടെ മകനാണ് ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് അലൈഹിസ്സലാം. അവരുടെ സന്താന പരമ്പരകളിലാണ് മൂസ അലൈഹിസ്സലാം വന്നത്, ഈസ അലൈഹിസ്സലാം വന്നത്, സുലൈമാൻ അലൈഹിസ്സലാം വന്നത്, ദാവൂദ് നബി അലൈഹിസ്സലാം വന്നത്, സക്കരിയ നബിയും യഹ്യാ നബിയും വന്നത്. ഇങ്ങനെ നമുക്കറിയുന്നവരും അറിയാത്തവരുമായ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകന്മാരുടെ ഉപ്പയായി മാറി റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ. അപ്പൊ ഇത് മക്കളെ തേടുമ്പോഴുള്ള ഒരു മാനസികമായ വിചാരമാണ്. ഉത്തരം കിട്ടി, നിരവധി തെളിവുകളാണ് അല്ലേ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ മകനെ വളർത്താനില്ല, ഇല്ലല്ലോ. എവിടെ? മക്കയിൽ മകനെ വളർത്താനില്ല. മക്ക വളരെ വിജനമാണ്. ചരിത്രം ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇനി അടുത്ത വലിയ പെരുന്നാളിന്റെ അന്ന് ആ ചരിത്രമൊക്കെ കേട്ട് ആവേശത്തോടുകൂടെ നമ്മൾ പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ കൊണ്ടാടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹജ്ജിന് വേണ്ടി ജനങ്ങൾ പോകാൻ ഒരുങ്ങുന്ന കാലഘട്ടമാണ്. അള്ളാഹു നമുക്കിടയിൽ നിയ്യത്ത് ചെയ്തവരുണ്ടെങ്കിൽ അള്ളാഹു അവർക്കൊക്കെ അതിനുള്ള തൗഫീഖ് കൊടുക്കുമാറാവട്ടെ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, എന്താ ഉണ്ടായത്? ഇബ്രാഹിം അലൈഹിസ്സലാം ഇടക്കിടക്ക് നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്നത് പോലെ അങ്ങനെ വരും, മക്കയിൽ വരും. കൂടുതൽ അടുപ്പമോ പരിചയമോ ഒന്നും ഒരുപക്ഷെ പിതാവായ ഇബ്രാഹിം നബിയുമായി സ്ഥാപിക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ഒരാളുണ്ടായിരുന്നു, ഉമ്മയായ ഹാജർ റളിയല്ലാഹു അൻഹ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രത്യേകതകൾ, പ്രാധാന്യം എല്ലാം ഈ മോനെ പഠിപ്പിച്ച് വളർത്തി പരിചയപ്പെടുത്തി കൊടുത്തു.
അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തീരുമാനം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വാഗ്ദാനം പോലെ മകനെ ബലിയറുക്കുവാനുള്ള വാഗ്ദാനം നിറവേറ്റണമെന്ന് അല്ലാഹു ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചപ്പോൾ 90 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇബ്രാഹിം നബിക്ക് കുഞ്ഞിനെ കിട്ടുന്നത്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആകാശഭൂമികൾ വിറച്ചുപോയ രംഗമായിരുന്നല്ലോ അത്. സ്വന്തം മകനായ ഇബ്രാഹിം ഇസ്മായിലിനെ അറുക്കാൻ ആ ഒരു മാനസികാവസ്ഥയോടെ, വല്ലാത്ത വേദനയോടെ, എന്നാൽ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ മകനെന്നോ ബന്ധമെന്നോ യാതൊരു പരിഗണനയും നൽകാതെ അത് നിറവേറ്റാൻ വേണ്ടി മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പോകുന്ന രംഗം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മോനോട് ചോദിക്കുന്നുണ്ട്, മോനെ നിന്നോടൊരു കാര്യം ഞാൻ പറയട്ടെയോ? എന്താണ് വാപ്പാ? അപ്പോൾ പറഞ്ഞു, മോനെ ഇന്നി അറാഫിൽ മനാമി അന്നി അൽബഹുക്, നിന്നെ അറുക്കണം എന്ന കാര്യം ഞാൻ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. അല്ലാഹു ആ ഒരു കൽപ്പന എന്നോട് സ്വപ്നത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഫൻദുർ മാദാ തറാ, എന്താണ് മോനെ നീ അഭിപ്രായപ്പെടുന്നത് ഈ കാര്യത്തിലെന്ന് മോനോട് ചോദിക്കുമ്പോൾ, ഇവിടെയാണ് വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നമുക്ക് പാഠമുള്ളത്. അല്ലാഹുവിന്റെ കൽപ്പനകൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ, നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അവരുടെ അനുസരണശീലം ഏത് രൂപത്തിലാകണമെന്നാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ആ ഒരു രംഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ ഉപ്പാ ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. എന്താണോ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതെന്നെ അറുക്കാനാണോ, ഇനി വേറെ വല്ലതും ചെയ്യാനാണോ? അതങ്ങ് ചെയ്തോളൂ. നിശ്ചയമായും ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തില് നിങ്ങൾക്ക് എന്നെ എത്തിക്കാൻ കഴിയുമെന്ന് മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം തന്റെ ഉപ്പയോട് പറഞ്ഞത്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ നല്ല ഒരു മകനെ എനിക്ക് തരണം എന്നതിന്റെ ഉത്തരം കിട്ടിയതായിരുന്നു. അല്ലാഹു തആല ആ ദുആക്ക് ഉത്തരം കൊടുത്തു എന്നതിന് തെളിവാണ്. ഇനി നമ്മളുടെ മറ്റൊരു ദൗത്യം എന്താണ്? നിരന്തരമായി മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? അവര് ദീനിൽ നിന്ന് വഴിപിഴച്ചു പോകാതിരിക്കാൻ ദുആ ചെയ്യണം. അവരുടെ ഹൃദയത്തിൽ തൗഹീദ് നിലനിൽക്കാൻ ദുആ ചെയ്യണം. അതിനും ഇബ്രാഹിം അലൈഹിസ്സലാം പാഠമാണല്ലോ. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ഇജ്അൽ ഹാദൽ ബലദ ആമിനം ആമിനാ. ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. മക്കൾക്ക് വേണ്ടി, മക്ക എന്ന ഭൂപ്രദേശത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഈ മക്കയെ നീ നിർഭയത്വത്തിന്റെ കേന്ദ്രമാക്കണം. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എന്റെ സന്താനങ്ങളെയും നീ അകറ്റണേ. കണ്ടോ, ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്. ഓ മക്കളെ, എല്ലാ ബിംബ ആരാധനകളിൽ നിന്നും, എല്ലാ തെമ്മാടിത്തരങ്ങളോടുള്ള താല്പര്യങ്ങളിൽ നിന്നും അവരെ പ്രതിരോധിച്ച് നിർത്തേണ്ടത്, അവരെ തടഞ്ഞു നിർത്തേണ്ടത് പ്രധാനമായും നമ്മുടെ ദുആകൾ കൊണ്ടാണ് എന്നാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമോന്ന്? ഇനി സ്വീകരിക്കൂല എന്ന് തന്നെ വെക്കുക. അല്ലാഹു തആല ഒരിക്കലും ഉമ്മയുടെയും ബാപ്പയുടെയും ദുആ തട്ടിക്കളയൂല. നിന്റെ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ നീ ആലോചിക്കേണ്ട ഒരു കാര്യം മഹാന്മാര് പറയുന്നത് എന്താണ്? നിനക്ക് വേണ്ടി കണ്ണീരോടുകൂടെ ഹൃദയത്തിൽ തട്ടി ദുആ ചെയ്യാനുള്ള ഒരാളാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് എന്ന. ഉമ്മ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മയെപ്പോലെ ഇനി നമുക്ക് ദുആറക്കാൻ ഒരാളുമില്ല എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഉമ്മയുടെ ദുആയുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ മറയില്ല. അത് നല്ലതാണെങ്കിലും അത് ചീത്തയാണെങ്കിലും. നല്ല മക്കൾക്ക് വേണ്ടി നല്ല ദുആ ഇറക്കുകയാണ്, മോശമായ ദുആ ഇറക്കുകയാണ്, രണ്ടാണെങ്കിലും അല്ലാഹു തആല അത് വേഗം സ്വീകരിക്കും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് പലതിന്റെയും അടിമകളാണ്. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ നമ്മളത് പറയുമ്പോൾ വല്ലാതെ വിമർശിക്കപ്പെടുന്നു. അത് പറയുന്ന ഉസ്താദുമാരെ വല്ലാതെ ആക്ഷേപിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ലോകകപ്പ് വന്നപ്പോൾ ലോകകപ്പിന്റെ ഫ്ലക്സുകളും അതുപോലെ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന ടീമുകളും രാജ്യങ്ങളും അതിന്റെ തോരണങ്ങളും കൊടികളുമൊക്കെ ഓരോ പ്രദേശങ്ങളിലും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഉയർത്താൻ തുടങ്ങിയപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഉസ്താദുമാർ അവരുടെ പ്രസംഗങ്ങളിലൂടെ പറഞ്ഞു. അതിന്റെ ഗൗരവാവസ്ഥ ഉണർത്തി. അപ്പൊ പലരും ചോദിച്ചു, എന്താ ഇസ്ലാം ഇത്ര വരണ്ടൊരു മതാണ്, ഒരു കളിയെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? ഒരിക്കലും നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കരുത്. ഇസ്ലാം കളിക്കെതിരൊന്നുമല്ല. അങ്ങനെയുണ്ടോ? ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മര്യാദകളെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത്, അവർക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുന്നതോടുകൂടെ അവർക്ക് അനുവദനീയമായ കളികൾ പഠിപ്പിച്ചു കൊടുക്കണം രക്ഷിതാക്കൾ എന്നുള്ളതാണ്. നമ്മളിതിങ്ങനെ കേൾക്കുമ്പോ എല്ലാവരും ആകെ വരണ്ട് ഒരു കൂട്ടിലൊക്കെ ഇട്ട് അടച്ച് അങ്ങോട്ടും നോക്കാൻ പറ്റില്ല അങ്ങോട്ടും നോക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കളി വിനോദം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പേരക്കിടാങ്ങളായ ഹസനും ഹുസൈനുമായിട്ട് കളി വിനോദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും താഴേക്കിങ്ങനെ ഇരുന്ന് ഒരാനപ്പുറത്ത് കയറുന്നത് പോലെ പ്രവാചകന്റെ മുതുകിലും പെരടിയിലും ഒക്കെ കയറുമായിരുന്നു. കുഞ്ഞുങ്ങൾ കളിക്കുന്നത് പ്രവാചകൻ നോക്കി നിൽക്കുമായിരുന്നു. ഹബീബായ പ്രവാചകൻ അവർ കളിക്കുമ്പോൾ നന്നായി കളിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അവർക്കിടയിൽ അന്നത്തെ കളിയായിരുന്നു അമ്പെയ്ത്ത് മത്സരം. അമ്പെയ്തിട്ട് അത് കൃത്യമായിട്ട് ആരാണോ കേന്ദ്രത്തിലേക്ക് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക, അത് അവർക്കിടയിൽ ഒരു മത്സരമായിരുന്നു. ആ മത്സരത്തിന് വല്ലാതെ പ്രവാചകൻ അവരെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാധനകളിൽ നിന്നും ഇബാദത്തുകളിൽ നിന്നും ഒരു ചെറിയ വിശ്രമത്തിന് വേണ്ടി, ഒരു ആനന്ദത്തിന് വേണ്ടി, മനസ്സിൽ ആനന്ദം നൽകുന്ന ചില പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് അനുവദിച്ചു കൊടുത്തിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഹബീബായ പ്രവാചകന്റെ ഭാര്യമാരുമായി പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള രസകരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടതായി എത്രയോ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്? നമ്മുടെ ഇബാദത്തുകളെയും നമ്മുടെ നല്ല മനസ്സിനെയും നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കാൻ പാടില്ല. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി അത്തരം ചിന്താഗതികൾ കയറിക്കൂടിയാൽ ഒരുപക്ഷെ നമ്മുടെ ഈമാനിനെ നശിപ്പിക്കുന്ന സംഗതികളായിട്ടത് മാറുമെന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ. അത് കാണാൻ വേണ്ടി നിസ്കാരങ്ങൾ ഖളാക്കുക, കളികൾ കാണാൻ വേണ്ടി, അത് ആസ്വദിക്കുവാൻ വേണ്ടി നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ക്രമീകരിച്ചു വെക്കുക. അവരേറ്റവും പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളായി നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. ചിന്തിക്കണം, നമ്മൾ അതിനുവേണ്ടി നമ്മൾ നന്മയ്ക്ക് വേണ്ടി അങ്ങനെ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ആർജവത്തോടുകൂടെ ഇതുപോലെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നമ്മുടെ ടീമുകൾക്ക് വേണ്ടി വാദിക്കുമ്പോ അതിനുവേണ്ടി നമ്മൾ ഒരു ബന്ധവുമില്ലാത്ത, എന്നാൽ നമുക്കൊരു നന്മയും സമ്മാനിക്കാത്ത ഇത്തരം ആളുകൾക്ക് വേണ്ടി നമ്മൾ ഫ്ലക്സ് വെക്കുമ്പോ, അതുപോലെ അവർക്ക് വേണ്ടി നമ്മൾ വലിയ വലിയ ആരാധനകളുടെ ഭാഗമായി ഒരു ആരാധന പോലെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാനുള്ള പലതും നമ്മൾ ചെയ്യുമ്പോ, നമ്മൾ നമ്മുടെ ദീനിനേക്കാൾ, നമ്മുടെ നന്മകളെക്കാൾ നമ്മൾ നന്നായി പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട പലതിനേക്കാളും അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സ്ഥാനം നമ്മൾ രണ്ടാമതോ മൂന്നാമതോ ഏറ്റവും താഴെ പടിയിലോ ആക്കി അതിനെയൊക്കെ മുകളിൽ കയറ്റി നിർത്തിയാൽ നമ്മുടെ ജീവിതം ഒരുപാട് നഷ്ടത്തിലാകുമെന്നേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ സന്ദർഭത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുവാനുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത്, അല്ലാഹുവേ എന്നെയും എന്റെ മക്കളെയും ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ അകറ്റി നിർത്തണേ. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. ചിന്തിച്ചു നോക്കൂ. ഇനിയുമുണ്ട് ദുആ.
റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും നീ നിസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. നിങ്ങൾ ചിന്തിക്കണേ മുഅ്മിനീങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാം ദുആയുടെ മാതൃക കാണിച്ചു തരികയാണ്. എന്ന് പറഞ്ഞാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം. നിസ്കരിക്കുവാനുള്ള മുസല്ല വാങ്ങി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അല്ലാഹുവിനോട് ഈ മക്കളുടെ കാര്യത്തിൽ തുറന്ന് നമ്മൾ ചോദിക്കണം, പറയണം. കാരണം അല്ലാഹുവാണല്ലോ നമുക്ക് ഈ മക്കളെ നൽകിയത്. മക്കളില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതും വലിയൊരു പരീക്ഷണം തന്നെയാണ്, അല്ലേ? അള്ളാഹു നമുക്കിടയിൽ അങ്ങനെ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ അള്ളാഹു നല്ല മക്കളെ കൊടുക്കുമാറാവട്ടെ. പ്രശ്നാക്കണ്ട. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആൺകുട്ടികളില്ലാത്തതിന്റെ പേരിൽ, ഇല്ലേ? മക്കൾ ഓരോരുത്തരും മരിച്ചുപോയി. മക്കളെ കൊണ്ടുണ്ടാകുന്ന വലിയ പരീക്ഷണങ്ങളിൽ ഒന്നാണത്. നമുക്കിടയിലുണ്ടാവും ചില ആളുകൾ പ്രസവത്തിൽ മരിച്ചുപോകും, കുഞ്ഞുങ്ങൾ പ്രസവത്തിൽ മരിച്ചുപോകും, അല്ലെങ്കിൽ അപകടങ്ങളിൽ മരിച്ചുപോകും. കഴിഞ്ഞ വർഷം വിനീതനായ ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ചിലർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും, എനിക്ക് വരാൻ പറ്റിയില്ല. വരാൻ പറ്റാത്തതിന്റെ കാരണം എന്റെ കൂടെ എന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തണലായി, ഒരു താങ്ങായി നിന്നിരുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ, അന്ന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ കൂടെ അങ്ങോട്ട് വരുമായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു വെച്ചതുമാണ്, നമുക്ക് ഇങ്ങോട്ട് സ്ഥലത്ത് പോകാണ്ടെന്ന്. മരിച്ചുപോയി പെട്ടെന്ന്. എന്റെ പ്രായമാണ്. ഇന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയാൽ ആ ഉമ്മാക്ക് എന്നെ കണ്ടാൽ വലിയ സങ്കടമാണ്, കരച്ചിൽ വരും, വല്ലാത്ത കരച്ചിൽ വരും. ഉമ്മിരുന്ന് ഇങ്ങനെ കരയാണ്. കരഞ്ഞിട്ട് കാര്യമുണ്ടോ? കാണുമ്പോ അറിയാതെ സങ്കടം പൊട്ടിപ്പോവാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. കരയുന്നതിനെ തടയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഹബീബായ പ്രവാചകര് വരെ പറഞ്ഞത് എന്താ? തന്റെ സന്താനങ്ങളിലോ പേരക്കിടാങ്ങളിലോ പെട്ട ഒരാൾ മരണപ്പെട്ടു പോയപ്പോൾ കണ്ണീരൊഴുക്കുന്ന പ്രവാചകനോട്, നബിയേ അതബ്കീ അൻത റസൂലുള്ളാഹ്. എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്തയാളാണ് നബിയെ അങ്ങ്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അവഗണിച്ച ആളാണ് നബിയെ അങ്ങ്. ഇത്തരമൊരവസരത്തിൽ അങ്ങ് കരയുകയാണോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത്, ഹൃദയം ദുഃഖിക്കുകയും കണ്ണുകൾ ഒഴുകുകയും ചെയ്യുന്നതാണ് എന്റെ ഹൃദയത്തിലുള്ള കാരുണ്യമാണത് എന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ മരിച്ചു പോവുക എന്തൊരു വലിയ പ്രതിസന്ധിയാണ്. അല്ലാഹു ആ കൂട്ടുകാരന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ പറയൂ. അല്ലാഹു അവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഒരു മോനാണ്. നമ്മുടെ മക്കൾക്കൊക്കെ വലിയ മാതൃകയാണ്. നമ്മുടെ പ്രായമാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ ദീനിന്റെ കാര്യങ്ങൾ, നാട്ടിലെ പൊതുകാര്യങ്ങൾക്ക് വലിയ താല്പര്യമാണ്. ചില ആളുകൾക്ക് കിട്ടുന്നൊരു സൗഭാഗ്യമാണ്. ഉമ്മമാര് പറയും ചിലപ്പോ, അവന് നാട്ടുകാരെ കാര്യം നോക്കാനേ നേരുള്ളൂ. അങ്ങനെ ഉണ്ടാവും. ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോ, സമൂഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോ രോഗികളായ ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ല. അപ്പൊ അവരെ കൊണ്ടുപോകാൻ വാഹനമെടുത്തിറങ്ങുമ്പോ അവരെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ ആരുമില്ല. അപ്പൊ അവരുടെ കൂടെ പോയി ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോ ഉമ്മാര് ചിലപ്പം പറയും, വീട്ടിലത്തെ കാര്യം നോക്കാൻ അവന് നേരമില്ല, നാട്ടുകാരെ കാര്യം നോക്കാനാണ് നേരം. ഉമ്മമാരെ, ഞാൻ എന്റെ കൂട്ടുകാരനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മരണാനന്തരം ഞാൻ ചിന്തിച്ചു, ഇതിനേക്കാളും വലിയ സൗഭാഗ്യം വേറെന്താണുള്ളത്? കാരണം നാട്ടുകാരെ, അവന്റെ വീട്ടുകാരെക്കാൾ സങ്കടപ്പെട്ടവരായിരുന്നു ഞങ്ങളൊക്കെ. ഞങ്ങളെല്ലാവരും. നാളെ എന്റെ നാട്ടിൽ നാളെ വൈകുന്നേരം അവന്റെ ഒരു അനുസ്മരണമാണ്. എന്തുകൊണ്ട്? എത്ര ആളുകൾ മരിക്കുന്നു, ആരുടെ അനുസ്മരണ വെക്കുന്നത്? എന്തേ കാര്യം? ഇവൻ 18-ാമത്തെ വയസ്സിൽ എന്റെ നാട്ടിലെ മദ്രസയുടെ സെക്രട്ടറിയാണ്. 20-ാമത്തെ വയസ്സിൽ എന്റെ നാട്ടിലെ പള്ളിയുടെ ഭാരവാഹികളിൽ ഒരാളാണ്. നാട്ടിലെ SKSSF, നാട്ടിലെ മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, അതുപോലെയുള്ള എല്ലാ രാഷ്ട്രീയ മതസംഘടനകളിലും അവൻ മരിക്കുന്ന സമയത്ത് എന്റെ നാട്ടിലെ സുന്നി യുവജന സംഘത്തിന്റെ സെക്രട്ടറിയാണ്.
പഞ്ചായത്തിന്റെ ഭാരവാഹിയാണ്. എല്ലാ കാര്യത്തിനും ഒരാളായിട്ട് അവനുണ്ടാവും. എവിടെ പോകണം, എന്ത് ചെയ്യണം, ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ ദുഃഖവും മനസ്സിൽ വെച്ച് മറ്റുള്ളവരുടെ കൂടെ കൂടിയപ്പോ എന്റെ കൊച്ചു ഗ്രാമം മയ്യിത്ത് നിസ്കാരത്തിന് ഇത്രയധികം ആളുകളെ പങ്കെടുത്തതായി, ഇത്രയധികം ജനങ്ങൾ കൂടിയതായി മറ്റൊരാൾക്ക് വേണ്ടിയും കണ്ടിട്ടില്ല. അത്രയധികം പ്രാർത്ഥന കിട്ടിയ ഒരാൾ ഒരു പക്ഷേ എന്റെ നാട്ടിൽ, എന്റെ ഓർമ്മയിൽ മറ്റൊരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട്? സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചാൽ അങ്ങനെ തന്നെയാണ്. മക്കളുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തുകയോ അവരെ നമ്മൾ ആക്ഷേപിക്കുകയോ ചെയ്യരുത് എന്ന് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ള. മക്കളുടെ മരണം വലിയ പരീക്ഷണമാണ്. മക്കളെ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളെ പോലെ ഇതും നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയാം. ആ സമയത്ത് നമ്മൾ പതറിപ്പോകരുത്. പരീക്ഷണങ്ങളുടെ ലോകല്ലേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖിച്ചിട്ട് എത്ര ദുഃഖിച്ചിട്ടുണ്ടാവും. കാരണം എന്താ? ഉണ്ടാകുന്ന മക്കൾ ഓരോരുത്തരും ഇങ്ങനെ മരിച്ചു പോവാണ്. ഖാസിമ മരിച്ചു, അബ്ദുള്ള എന്നവർ മരിച്ചു. അവിടുത്തെ 58ാമത്തെ വയസ്സിലല്ലയോ ബഹുമാനപ്പെട്ട മാരിയത്തുൽ ഖിബ്തിയ എന്ന ഭാര്യയിലൂടെ പ്രവാചകർ തിരുമേനിക്കൊരു കുഞ്ഞുണ്ടാകുന്നത്. ഇബ്രാഹിം എന്ന കുഞ്ഞ്. നബിയുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. റബ്ബേ, എനിക്ക് അല്ലാഹുവേ, എനിക്ക് നീ ഒരാൺകുഞ്ഞിനെ തരികയാണോ? എന്റെ സന്താന പരമ്പരകളെ നിലനിർത്തുവാൻ വേണ്ടി എനിക്ക് നീ ഒരു കുഞ്ഞിനെ തരികയാണോ? ഇബ്രാഹിം എന്ന പേരിട്ട ആ കുഞ്ഞ് പ്രവാചകന്റെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിന്റെ ആന്തോളനങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ 2 വയസ്സ് പ്രായമായപ്പോൾ കഠിനമായ രോഗം ബാധിച്ചു. നിൽക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല. ആ കുഞ്ഞാകെ അവശനായി. പ്രവാചകനും തളർന്നുപോയി. ഇനിയും പടച്ചോനെ എന്നെ പരീക്ഷിക്കുകയാണോ? അല്ലാഹുവേ, റസൂലുള്ളാഹിക്കുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിക്ക് മാത്രം ഉൾക്കൊള്ളാനുള്ളതല്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് ഒരു പരീക്ഷണം നേരിട്ടിട്ടുണ്ടെങ്കിൽ ലോകത്ത് പിൽക്കാലത്ത് വരുന്ന കോടാനക്കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ പ്രവാചകന്റെ ജീവിതത്തെ പഠിക്കുന്നു, അവിടുത്തെ മക്കളുടെ ജീവിതത്തെ പഠിക്കുന്നു. മക്കളുമായി ബന്ധപ്പെട്ട് അവിടുത്തേക്കുണ്ടായ പരീക്ഷണങ്ങളെ പഠിക്കുമ്പോ ലോകത്തുള്ള ഓരോ വിശ്വാസികൾക്കും അത് പാഠമാണ്. അതിനു വേണ്ടി കൂടി അല്ലാഹു ഹബീബായ പ്രവാചകനെ പരീക്ഷിക്കുന്നു. റസൂലുള്ള വല്ലാതെ ദുഃഖിച്ചു പോയി. വീട്ടിലേക്ക് തളർന്ന് കടന്നു ചെല്ലുമ്പോ തന്റെ പൊന്നുമോനായ ഇബ്രാഹിമിനെ കയ്യിലേക്ക് കിട്ടിയപ്പോ അവിടുത്തെ കവിൾത്തടങ്ങളിലൂടെ കണ്ണീരിങ്ങനെ ഒലിച്ചിറങ്ങി. അവിടുന്ന് ഇബ്രാഹിമിനോട് പറഞ്ഞു, മോനെ ഇബ്രാഹിം, അല്ലാഹുവിന്റെ തീരുമാനത്തിന്റെയും എന്റെയും ഇടയിൽ യാതൊരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയില്ല മോനെ എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുക്കലേക്ക് കൊടുത്തു. ആ കുഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു. മൗതിക യാ ഇബ്രാഹീമു ലമഹ്സൂനൂൻ. പൊന്നുമോനെ ഇബ്രാഹിമേ, നിന്റെ മരണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ വല്ലാത്ത ദുഃഖിതരാണ് എന്ന് ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു അനുഭവത്തിന് ഹേതുകമായ, ഈ ഒരു അനുഭവത്തിന് സാക്ഷിയായ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ജീവിതത്തിൽ ഇതുപോലൊരു പ്രതിസന്ധി നേരിടുന്ന ഒരാളെ, ഇതുപോലൊരു പരീക്ഷണം നേരിടുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ ആ പരീക്ഷണം കൊണ്ട്, മക്കളുടെ ആ ഒരു പരീക്ഷണം കൊണ്ട് അല്ലാഹു തആല അവർക്ക് നൽകിയ സൗഭാഗ്യങ്ങളെ കുറിച്ചുകൂടെ നമ്മൾ ആലോചിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകത്ത് നിന്ന് ഒരാളുടെ സന്താനം വിട പറഞ്ഞു പോയാൽ, ഒരാളുടെ കുഞ്ഞ് മരണപ്പെട്ടു പോയാൽ, ആ കുഞ്ഞിന്റെ ആത്മാവുമായി അല്ലാഹുവിന്റെ മാലാഖമാർ റബ്ബിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹു ചോദിക്കും, നിങ്ങൾ ഇന്നാളിന്നയാളുടെ റൂഹിനെ പിടിച്ചുവോ? അതെ, നിങ്ങൾ അഖബലത്തും സമറത ഫുആദിഹി, നിങ്ങൾ അവന്റെ സന്താവന്റെ കരളിന്റെ കഷ്ണത്തിന്റെ റൂഹിനെയാണോ പിടിച്ചത്? അങ്ങനെ തന്നെയാണല്ലോ.
ആ കുഞ്ഞിങ്ങനെ വളർന്നു വരുമ്പോ ഒരു ഉമ്മയുടെ മനസ്സിലുള്ള സന്തോഷം എത്രയാണെന്ന് അപ്പുറത്തിരിക്കുന്ന ഉമ്മമാർക്കറിയാമല്ലോ. 10 മാസക്കാലം ഗർഭം ചുമന്നിട്ട് വളരെ പ്രയാസത്തോടെ വേദനയോടുകൂടെ നിങ്ങൾ അവരെ പ്രസവിച്ചിട്ട് അവന്റെ കാഷ്ടവും മൂത്രവും നിങ്ങൾ വൃത്തിയാക്കി കൊടുക്കുമ്പോ വെറുപ്പുണ്ടാകുന്നില്ല. അവന്റെ കരച്ചിലിന്റെ ആ ശബ്ദം കേൾക്കുമ്പോ നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്നില്ല. അവർ വർത്തമാനം പറയാതിരിക്കുമ്പോ അവര് പൊട്ടിക്കരയുമ്പോ നിങ്ങൾക്ക് അവരോടൊരു വിദ്വേഷം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ആ കുഞ്ഞിനോട് അത്രമേലൊരു അടുപ്പവും അവരോടുള്ള ഒരു സ്നേഹവും നൽകിയിരിക്കുകയാണ്. ഉപ്പമാരെ, നമ്മുടെ അവസ്ഥ എന്താണ്? ആ കുഞ്ഞൊന്ന് ചിരിക്കുന്നത് കാണുമ്പോ, അവനൊരു വർത്തമാനം പറയുന്നത് കാണുമ്പോ, അവൻ ഉപ്പ എന്ന് വിളിക്കുമ്പോ, അവൻ എന്തെങ്കിലും ഒന്ന് നടക്കുമ്പോ, അവനൊരു കളിപ്പാട്ടം തേടുമ്പോ, ഉപ്പമാരായ നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ടാകുന്ന അവസ്ഥ എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു ഭാഗം അവരുടെ ഓർമ്മയിൽ നമ്മൾ ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ ചോദ്യം വളരെ പ്രസക്തമല്ലയോ? അഖബലതും സമറത ഫുആദിഹി, നിങ്ങൾ അവന്റെ കരളിന്റെ കഷ്ണത്തിന്റെ റൂഹിനെയാണോ പിടിച്ചത്? അതേ അല്ലാഹ്, ഫമാലാ ഖാല അബ്ദി, എന്റെ അടിമ എന്താണ് ആ സമയത്ത് പറഞ്ഞത്? അപ്പോൾ പറയും, എന്റെ അടിമ എന്താണ് ആ സമയത്ത് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ പറയുന്നത് എന്താ? ഫഹമിദക വസ്തർജഅ, അല്ലാഹുവേ അവൻ നിന്നെ സ്തുതിച്ചു റബ്ബേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന അടിമ പറയുകയും ചെയ്തു. അല്ലാഹ് അങ്ങനെ പറയോ? ആ ഒരു ഓർമ്മയുണ്ടാകുമോ? വിനീതനായ ഞാൻ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് ചാമക്കാല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്ഥാപനത്തിൽ 10-11 കൊല്ലമായി ജോലി ചെയ്യുന്നയാളാണ്. അവിടുത്തെ ഉസ്താദായി സേവനം ചെയ്യുന്നയാളാണ്. അൽഹംദുലില്ലാഹ് 300 കുട്ടികൾ ഇന്ന് അവിടെ പഠിക്കുന്നുണ്ട്. അല്ലാഹു അവരെയൊക്കെ പ്രഗത്ഭരായ ഹുദവികളാക്കി കൊടുക്കട്ടെ. അല്ലാഹു തമ്പുരാൻ നമ്മുടെ മക്കളൊക്കെ ഏതൊക്കെ കോഴ്സുകളിലാണോ പഠിക്കുന്നത്, ദർസുകളിൽ പഠിക്കുന്നവർ, ക്യാമ്പസുകളിൽ പഠിക്കുന്നവർ, എല്ലാവരെയും അല്ലാഹു നല്ല പ്രഗത്ഭരായ ആലിമീങ്ങളാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കോളേജിന്റെ തൊട്ടടുക്കൽ വിശാലമായ കടപ്പുറമാണ്. വൈകുന്നേരം കുട്ടികളൊക്കെ കടലിന്റെ പുറത്തേക്ക്, കടപ്പുറത്തേക്ക് കളിക്കാൻ വേണ്ടി പോകും. ഒരു ഉസ്താദും കൂടെ ഉണ്ടാകും. അസ്ർ നിസ്കാരം കഴിഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, പല വിനോദങ്ങളിലും അവരേർപ്പെടും. എല്ലാ സന്തോഷത്തോടും കൂടെ മഗ്രിബിന്റെ ഏകദേശം അരമണിക്കൂർ മുമ്പ് അവർ കോളേജിലേക്ക് വരിയായിട്ട് ഇങ്ങനെ തിരിച്ചു വരും. വളരെ അച്ചടക്കത്തോടുകൂടെ അവർ വരും. ഒരു ഞായറാഴ്ച ദിവസം വൈകുന്നേരം കുട്ടികളെ കളിക്കാൻ വേണ്ടി പോയി. അവർ പല കളികളിലും ഏർപ്പെട്ടു. കളി കഴിഞ്ഞ് അവർ മഗ്രിബ് നിസ്കാരത്തിന്റെ മുമ്പ് അവർ കോളേജിലേക്ക് ഇങ്ങനെ വരിയായി വരാൻ. അത് കഴിഞ്ഞിട്ട് അവർക്ക് കുളിക്കണം. കുളിച്ചു കഴിഞ്ഞ് പള്ളിയിലേക്ക് ബെല്ലടിക്കും. മഗ്രിബിന്റെ 8 മിനിറ്റ് മുമ്പ്. 8 മിനിറ്റ് മുമ്പ് അവർ ബെല്ലടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ ഈ ദാറുൽ ഹുദയുടെ മുമ്പിലൂടെ നിങ്ങൾ വാഹനത്തിലോ മറ്റോ പോകുന്നുവെങ്കിൽ മഗ്രിബിന്റെ ഒരൽപ്പം മുമ്പാണ് എങ്കിൽ ദാറുൽ ഹുദയിലെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ആയിരക്കണക്കിന് കുട്ടികൾ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ലേ? സുബഹി നിസ്കാരത്തിന്റെ ഒരൽപ്പം മുമ്പ് നിങ്ങൾ അതിലൂടെ പോയാൽ ആ പള്ളിയിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് മക്കൾ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടിട്ടില്ലേ? എന്തിന് നിങ്ങൾ അങ്ങോട്ട് പോകണം? നിങ്ങളുടെ ഈ പള്ളിയില് 100 കണക്കിന് മക്കള്, നമ്മൾ എത്ര ആളുകളാണ് സുബഹിക്ക് ഇവിടെ വരാറുള്ളത്, മഗ്രിബിന് ഇവിടെ വരാറുള്ളത്? നമ്മുടെ ഉസ്താദുമാരുടെ നേതൃത്വത്തില് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ദാറുൽ ഹുദായുടെ ഒരു നിയമമാണത്. കുട്ടികളൊക്കെ വളരെ താല്പര്യത്തോടെ അത് ചെയ്യും. കുട്ടികൾ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ വരികയാണ്. കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. നാസർ എന്നാണ് അവന്റെ പേര്. ഉസ്താദുമാർക്ക് വലിയ ബന്ധമായിരുന്നു അവനോട്. കാരണം ഞങ്ങൾക്ക് ചായ കൊണ്ടുവരുന്നത് അവനായിരുന്നു. അവൻ ഞങ്ങളുമായിട്ട് വലിയ അടുപ്പമുള്ള ഒരു കുട്ടിയാണ്. 4ാം വർഷം പഠിക്കുന്ന കുട്ടിയാണ്. ക്ലാസ്സിലെ 1ാം റാങ്കാണ്. ക്ലാസ്സിലെ ലീഡറാണ്. എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോനാണ്.
കോളേജിന്റെ മുമ്പിലുള്ള വലിയ ഗേറ്റിന്റെ മുമ്പിൽ അവൻ എത്തിയപ്പോ, നമ്മുടെ ദാറുൽ ഹുദയുടെ ഗേറ്റ് പോലെയുള്ള ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റിന്റെ മുമ്പിൽ എത്തിയപ്പോ ഒരു പകുതിയോളം കുട്ടികൾ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇവൻ പെട്ടെന്ന് മുട്ടുകുത്തിയിട്ടങ്ങ് താഴേക്ക് വീണു. ആളുകൾ കുട്ടികൾ അവനെ കോരിയെടുത്തിട്ട് തൊട്ടു മുമ്പിലുള്ള ഓഫീസിൽ കൊണ്ടുവന്ന് കിടത്തി. അവന് വെള്ളം കൊടുക്കുന്നുണ്ട്, അവനെ വിളിക്കുന്നുണ്ട്. അവനിങ്ങനെ പതുക്കെ ശ്വാസം വലിച്ചു വിടുന്നുണ്ട്. ആരോ പറഞ്ഞു, 2-3 കുട്ടികളും ഒരു ഉസ്താദും ഒരു ഓട്ടോയിൽ കയറ്റിയിട്ട് അവനെ മടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടടുക്കലുള്ള ഒരു 6 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ വന്നു, അവനെ പരിശോധിച്ചു. എല്ലാവരും പുറത്തു നിൽക്കുകയാണ്. ഡോക്ടർ പുറത്തു വന്ന് ചോദിച്ചു, ഈ കുട്ടിയുടെ കൂടെ വന്നവരാരാ? ഉസ്താദുമാര് പറഞ്ഞു, ഞങ്ങളാണ്. എന്താണ് കാര്യമെന്ന് ചോദിച്ചു. ഇവന് വല്ല അസുഖവും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഒരു അസുഖവും ഇല്ലല്ലോ. എന്നാൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഡോക്ടർ പറഞ്ഞു, എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ അവൻ മരിച്ചു പോയിരിക്കുന്നു. അല്ലാഹുവേ, ഇതെന്തൊരു പരീക്ഷണമാ! മരിച്ചുപോയി എന്ന് പറയുമ്പോ നമ്മൾക്ക് ഞെട്ടലുണ്ടാവാനുള്ള കാരണം, പ്രിയപ്പെട്ടവരെ, അവന്റെ ഉമ്മാക്കും ബാപ്പാക്കും ഇവൻ മാത്രമാണ് ആൺകുട്ടി, മറ്റൊരാൺകുട്ടിയില്ല. അവന്റെ വാപ്പ എനിക്ക് ശരിക്കറിയാം, നല്ല ഒരു സ്വാലിഹായ മനുഷ്യനാണ്. ഇയാളോട് ഈ കാര്യം എങ്ങനെയാ പറയാ? ഇന്നത്തെ കാലമല്ലേ, എന്തെങ്കിലും സംശയത്തിന്റെ പേരിൽ നമ്മളെ മുൽമുനയിൽ നിർത്തിയാൽ വലിയൊരു പ്രസ്ഥാനമല്ലേ. വല്ലാത്ത ബുദ്ധിമുട്ടിലായി. അവന്റെ വാപ്പയെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞില്ല, നിങ്ങൾ അർജന്റായിട്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞു. അയാൾ 2-3 മണിക്കൂർ യാത്ര ചെയ്യണം. അങ്ങനെ അയാളുടെ നാട്ടിലുള്ള കുറച്ചാളുകളും കൂടെ വന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി പോലീസുകാർ വന്നിട്ട് അതിന്റെ കണക്കുകളും അതിന്റെ നിയമങ്ങളും ഒക്കെ ആയിട്ട് സംസാരിക്കുകയാണ്. ഇയാളിങ്ങനെ വന്നു. ഞങ്ങൾ കോളേജിലെ ഉസ്താദുമാരും അതുപോലെ അതിന്റെ ഭാരവാഹികളും ഹോസ്പിറ്റലിന്റെ മുമ്പിലുണ്ട്. ഇയാൾ വന്ന് ഞങ്ങളോട് സലാം പറഞ്ഞു. ഞങ്ങൾ സലാം അടക്കി അയാളെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അയാൾ ചോദിച്ചു, എന്താ ഉസ്താദേ കാര്യം? കാര്യം എങ്ങനെ പറയൂ? അയാളുടെ മുഖത്ത് നോക്കിയിട്ട്, എന്താണ് കാര്യം പറയൂ? അയാളോട് പറഞ്ഞു, നമ്മുടെ പൊന്നുമോൻ നാസർ ഉണ്ടല്ലോ, ഒരല്പസമയം മുമ്പ് അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ട്, പടച്ച തമ്പുരാന്റെ വിളിക്കുത്തരം നൽകിയിട്ട് അവൻ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നു. ഇയാൾ ഇപ്പൊ ഞങ്ങളെ ചീത്ത പറഞ്ഞേക്കാം, എന്തെങ്കിലും പറഞ്ഞേക്കാം. എന്താണ് എന്റെ മോന് സംഭവിച്ചത് എന്നയാൾ ചോദിച്ചില്ല. അവൻ എന്തെങ്കിലും, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്നയാൾ ചോദിച്ചില്ല. അയാൾ അവൻ എവിടെ നിന്നെങ്കിലും വീണോ എന്നയാൾ ചോദിച്ചില്ല. ഒരൊറ്റ ചോദ്യം അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞു, അത് കേട്ട ഉടനെ കണ്ണടച്ചിട്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവൻ എന്നെ ചോദിച്ചോ? മരിക്കുന്ന സമയത്ത് അവനവന്റെ ഉപ്പയെ ചോദിച്ചോ? അവനവന്റെ ഉമ്മയെ ചോദിച്ചോ? അതിനൊന്നും സമയമുണ്ടായില്ലല്ലോ. എന്നാൽ എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവനെ കിടത്തിയിരിക്കുന്ന റൂമിലേക്ക് പോയിട്ട് അവന്റെ മുഖത്തിട്ടിരിക്കുന്ന വിരി മാറ്റിയിട്ട് അവന്റെ നെറ്റിത്തടുത്തൊരു ചുംബനം കൊടുത്തിട്ട് ആ ഉപ്പ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, എന്നാൽ എന്റെ മോനെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. നാട്ടുകാരാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനുള്ള ഒരുക്കത്തിലാ. ഇയാൾ ചോദിച്ചു, എന്തിന് പോസ്റ്റ്മോർട്ടം? എന്റെ മോനെ ഇൽമു പഠിക്കായിരുന്നല്ലോ. എനിക്ക് പരാതിയില്ല. ഇൽമു പഠിക്കുമ്പോ മരിച്ചു കഴിഞ്ഞാൽ രക്തസാക്ഷികളുടെ കൂലിയല്ലേ. സ്വന്തം പൊന്നുമോനെ കൂട്ടിയിട്ട് പോവുകയാ. അയാൾക്ക് പോസ്റ്റ്മോർട്ടം വേണ്ട. സാധാരണ കോളേജിൽ നിന്ന് ഞങ്ങളുടെ സമ്മതമില്ലാതെ പുറത്തിറങ്ങിയിരുന്ന നാസർ ഞങ്ങളുടെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ അവന്റെ വീട്ടിലേക്ക് ആംബുലൻസിൽ കയറി പോവുകയാ. പിറ്റേ ദിവസം കോളേജിലുള്ള വിദ്യാർത്ഥികളിൽപ്പെട്ട ആളുകളും അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരും ഉസ്താദുമാരും എല്ലാവരും വീട്ടിലേക്ക് പോയി. അവന്റെ മയ്യത്തിന്റെ എല്ലാ സംസ്കരണങ്ങളും കഴിഞ്ഞ് ഖബറിലേക്ക് അവനെ ഇറക്കി വെച്ചു. നാസറേ, ഇനി ദുനിയാവിൽ വെച്ച് കാണാൻ നമുക്ക് അവസരമില്ല. ജീവിതത്തിൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് പകരം നിനക്ക് സമ്മാനമായി തരാൻ വാപ്പാക്കും ഇതേ ഉള്ളൂ, കൂട്ടുകാരനും ഇതേ ഉള്ളൂ, ഉസ്താദിനും ഇതേ ഉള്ളൂ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. 3 പിടി മണ്ണ് വാരി ഖബറിലേക്കിട്ട് ഖബർ നിറഞ്ഞ് ഇരുഭാഗത്തും മീസാൻ കല്ലുകൾ കുത്തിവെച്ചപ്പോ അവന്റെ വാപ്പ തയ്യാറാവുകയാണ് തൽക്കീൻ ചൊല്ലിക്കൊടുക്കാൻ. ഞങ്ങളെ കരുതി അയാൾ ചൊല്ലിക്കൊടുക്കൂല, പക്ഷെ അയാൾ ചൊല്ലിക്കൊടുത്തു. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തൽക്കീനുകൾ കേട്ടിട്ടുണ്ട് റബ്ബേ, പക്ഷേ ഇതുപോലൊന്നും ഞാൻ കേട്ടിട്ടില്ല. ജീവിച്ചിരിക്കുന്ന ഒരു മോനോട് എങ്ങനെയാണോ ഒരു വാപ്പ ഉപദേശിക്കുന്നത്, അതുപോലെ ഒരു വാപ്പ പറയുന്നത് ഞാൻ കേട്ട്, പൊന്നുമോനെ,
ഞങ്ങളൊക്കെ നിന്റെ അടുക്കൽ നിന്ന് പോയാൽ 2 മലക്കുകൾ നിന്റെ അടുക്കലേക്ക് വരുമടാ. അവർ നിന്റെ അടുക്കൽ വരും. എന്നിട്ട് അവർ നിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തും. നിന്നോടവർ ചോദിക്കും, മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക. നിന്റെ റബ്ബ് ആരാണ്, നിന്റെ നബി ആരാണ്, നിന്റെ ഇമാം ഏതാണ്, നിന്റെ ഖിബ്ല ഏതാണ്? പൊന്നുമോനെ, നീ നല്ല നാവോടെ സുന്ദരമായ വർത്തമാനത്തോടെ നീ ആ മലക്കുകളോട് പറയണം, അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി വൽ ഖുർആനു ഇമാമി വൽ കഅബത്തു ഖിബ്ലതി സബ്ബതകല്ലാഹു ബിൽ ഖൗലി സാബിത്ത് എന്ന് പറഞ്ഞ വാപ്പാ തൽഖീൻ അവസാനിപ്പിക്കുമ്പോ അത് കണ്ടു നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അല്ലാഹു അവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ഹബീബായ പ്രവാചകർ പറയാണ്, മലക്കുകൾ അല്ലാഹുവിനോട് പറയും, പടച്ചോനെ. അയാള് പറഞ്ഞത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. മോൻ മരിച്ചപ്പോ പടച്ചോനെ ഇതിന്റെ എന്തൊരു പരീക്ഷണാണ്, എന്തോരടങ്ങാറാണ് എന്ന് ചോദിച്ചിട്ട് ഒരിക്കലും അള്ളാനെ പഴിച്ചില്ല. അത് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് കരുതി സമാധാനിച്ചു. അള്ളാഹു പറയും, മലക്കുകളെ, എങ്കിൽ നിങ്ങൾ അവന് സ്വർഗത്തിൽ ഒരു വീട് പണിയൂ. വസമ്മൂഹു ബൈതൽ ഹംദ്. നിങ്ങൾ ആ വീടിന് സ്തുതിയുടെ വീട് എന്ന് പേരിടുകയും ചെയ്യൂ എന്ന് അള്ളാഹു പറയുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മള് മക്കളുടെ എല്ലാ കാര്യത്തിനും ദ്വാരക്കുക. അത് തന്നെയാണ് പറയാനുള്ളത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. ഒരു കഥയും കൂടെ പറയാനല്ലോ ഖുർആനിലുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് ഹാ യാ ഐൻ സ്വാദ്. നമ്മള് പ്രസംഗം തുടങ്ങിയിട്ട് കുറെ നേരമായോ നൂറുദ്ദീൻ തങ്ങൾ? എത്ര നേരമായി? എത്ര മണിക്കാ തുടങ്ങിയേ? മഹാനായ സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം മക്കളില്ലാതെ അള്ളാഹുവിനോട് കുറെ ദുആ ചെയ്തു. ആ ദുആയാണ് സൂറത്ത് മറിയമിന്റെ തുടക്കത്തിലും മറ്റു പല ആയത്തുകളിലും അല്ലാഹു തആല പറയുന്നത്. എന്താണത്? അല്ലാഹുവേ, ഞാൻ നിന്നോട് കുറെ ആയില്ലേ ദുആ ചെയ്യുന്നു. ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബ് ലീ മിൻ ലദുൻക വലിയാ. ഇതൊക്കെ നമ്മൾ സ്ഥിരം ഓതിപ്പോകുന്ന ആയത്തുകളാണ്. എന്താണ് പറഞ്ഞത്? ഇത് വെറും സക്കരിയ നബിയുടെ മക്കളെ പറ്റി മാത്രമല്ല, നമുക്ക് നമ്മുടെ മക്കളെ പറ്റിയും ചോദിക്കാനുള്ള കാര്യമാണ്. അല്ലാഹുവേ, എന്റെ പിന്തുടർച്ചക്കാരനായി നല്ല ഒരാൾ ഉണ്ടാവുകയില്ലേ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ഒരാള്, എന്റെ പാരമ്പര്യം നിലനിർത്തുന്ന ഒരാള്. ഫഹബ്ലി മിൻ ലദുൻക വലിയ. അതുകൊണ്ട് ഒരു സഹായം നിന്റെ ഭാഗത്ത് നിന്ന് നീ ഔദാര്യമായിട്ട് തരണേ. ചിന്തിക്കണേ, മക്കൾ എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു തആല സക്കരിയ നബി അലൈഹിസ്സലാമിനെ യഹ്യാ നബി അലൈഹിസ്സലാമിനെ മോനായിട്ട് കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം. ഞാനത് വിശദീകരിക്കുകയല്ല. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ ഔദാര്യം തന്നെയാണ് മക്കൾ. ഇവരുടെ ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹിനോട് ചോദിക്കണതും അങ്ങനെ തന്നെയല്ലേ? അള്ളാഹുവിനോട് വിശ്വാസികളുടെ ദുആ എങ്ങനെയാണ്? ഇത് പറക്കുകയാണ്. നിങ്ങൾ ഒന്നും കൂടി തിരിച്ചു അള്ളാഹിനോടുള്ള ദുആ എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. എങ്ങനെ ദുആ ചെയ്യുന്നവരാണ്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബ് ലനാ, നീ ഞങ്ങൾക്ക് ഔദാര്യമായി തരണേ. ഞങ്ങളുടെ ആരുടെയും ശക്തി കൊണ്ടല്ല, ഞങ്ങളുടെ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ കൊണ്ടോ ഞങ്ങളുടെ ഇബാദത്ത് കൊണ്ടോ ഒന്നുമല്ല. ഹബ് ലനാ, നിന്റെ ഔദാര്യമായി ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്.
അതെ, മക്കൾ റബ്ബിന്റെ ഔദാര്യമാണ്. അല്ലാഹു ആ ഔദാര്യം നമുക്ക് സന്തോഷമാക്കി നൽകട്ടെ. നമ്മളുടെ മക്കളെയൊക്കെ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കാനുള്ള കാരണമാക്കി അല്ലാഹു നൽകുമാറാകട്ടെ. ദുആ ചെയ്തോളൂ മുഅ്മിനീങ്ങളെ. എന്തുകൊണ്ടെന്നാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഹരിയുടെ ഉപഭോക്താക്കളായ പഴയ കാലത്ത് നമ്മൾ വെറും ആൺകുട്ടികളെയാണ് പറഞ്ഞിരുന്നത് എങ്കിൽ നഊദു ബില്ലാഹ്, ഇന്ന് ലഹരിയുടെ ഉപഭോക്താക്കളായി അത് ഉപയോഗിക്കുന്നവരായി നമുക്ക് കാണാൻ കഴിയുന്നത് പെൺകുട്ടികളെയും കൂടിയാണ്. ഞാൻ തമാശ പറയല്ല. ഈ മലപ്പുറം ജില്ലയിലെ ഒരു പെൺകുട്ടികൾ മാത്രമുള്ള സ്ഥാപനത്തിൽ നിന്ന് ഊട്ടിയിലേക്ക് ടൂറ് പോയ ഒരു ബസ്സിലുണ്ടായിരുന്ന ക്ലീനർ എന്നോട് പറഞ്ഞു, ഉസ്താദേ വല്ലാത്ത സങ്കടമാണ്. എന്താ കാര്യം? ടൂർ പോകുന്ന സമയത്ത് നാടുകാണി ചുരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെയുള്ള ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാഹനത്തിൽ വല്ലതുണ്ടോന്ന് പറഞ്ഞപ്പോൾ ക്ലീനറായ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് കയറിക്കോളൂ, ഇതിലൊന്നുമില്ല, കുട്ടികളുടെ സാധനങ്ങളും മറ്റൊക്കെ ഉണ്ട്, അതൊന്നും കയറി പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. പെൺകുട്ടികളാണെന്ന് കണ്ടപ്പോൾ അയാൾ പരിശോധിക്കാതെ വിട്ടു. കുറെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഭക്ഷണം ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. അത് കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോ എന്നെ സഹായത്തിന് വിളിച്ചു. എന്തിനാണ്? ആ ബസ്സിന്റെ താഴ്ഭാഗത്ത് സാധനങ്ങൾ സൂക്ഷിക്കുന്നിടത്തുണ്ട് 2 പെട്ടി, അത് അവരുടെ കൂടെ ഒന്ന് പിടിച്ചു കൊടുക്കാൻ. എന്താ? ആ ബസ്സിൽ വന്നിരിക്കുന്ന 40-ലേറെ വരുന്ന വിദ്യാർത്ഥിനികളിൽ എല്ലാവരും എന്ന് തന്നെ പറയാം കുപ്പി പൊട്ടിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടു. അതിലെല്ലാ ജാതിയും മതമൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. വളരെ വേദനയോടുകൂടെ ആ ചെറുപ്പക്കാരനായ സഹോദരൻ എന്നോട് പറഞ്ഞു. ചിന്തിക്കണ്ടേ നമ്മള് അല്ലേ? ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ കുടുംബത്തില് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ഉപ്പായ പറഞ്ഞു, ഒരു വല്ലാത്തൊരു സങ്കടം പറഞ്ഞു, ഒന്ന് സ്കൂളിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. +2 പഠിക്കുന്ന, +2 അവസാന സമയമാണ്, അതിൻ്റെ പഠിക്കുന്ന സമയത്ത് ചെല്ലാൻ വേണ്ടി ചെന്നപ്പോ അധ്യാപകന്മാരൊക്കെ വല്ലാത്ത ദേഷ്യത്തിലാണ്. കുറച്ച് കുട്ടികളെ ഇങ്ങനെ പുറത്തു നിർത്തിയിട്ടുണ്ട്. ഇവര് ചെന്നപ്പോ അധ്യാപകന്മാർ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇവരുടെ ബാഗുകളിൽ നിന്നും കിട്ടി, ഈ പെൺകുട്ടികളുടെ ബാഗുകളിൽ നിന്നും കിട്ടിയ കഞ്ചാവിന്റെ പൊതികളും കഞ്ചാവും ഒക്കെ പെൺകുട്ടികളുടെ. അങ്ങനെ സ്കൂൾ കഴിഞ്ഞു, വല്ലാത്ത പ്രശ്നമൊക്കെ ആയി, ഇവര് ബഹളമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവളെ കല്യാണം കഴിച്ച് വിട്ട്, കല്യാണം കഴിച്ച് 1-2 മാസം കഴിഞ്ഞപ്പോ ഈ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്, നിങ്ങൾ അർജന്റായിട്ട് വരണം, ഇവൾക്ക് വലിയ തളർച്ചയും എന്തൊക്കെയോ മാനസിക അസ്വസ്ഥ്യവും. എന്നോട് പറയണം, നേരിട്ട് പറഞ്ഞതാണ്, അനുഭവസ്ഥനായ ഒരാൾ പറഞ്ഞതാണ്. നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, നമ്മളിതിൽ മതവും ജാതിയും മാത്രം പരിഗണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ, നമ്മുടെ അടുത്ത തലമുറ ഈ ഒരവസ്ഥയിലേക്ക് പോകരുത്. സൂക്ഷിക്കാൻ വേണ്ടി പറയാം. എന്റെ ഈ സംസാരം കേൾക്കുന്ന വിദ്യാർത്ഥികളും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളും ഗൗരവത്തോടെ പടച്ചോനെ പേടിക്കല്ലാതെ രക്ഷയില്ല, അല്ലേ? നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ത്യാഗം സഹിച്ച മാതാപിതാക്കളെ അവഗണിച്ച്, അവരെ നിന്ദിച്ച്, അവരെ പ്രയാസപ്പെടുത്തി, അവരെ കണ്ണീരൊലിപ്പിക്കുന്നവർക്ക് ദുനിയാവിൽ തന്നെ അതിന്റെ പകരം കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും മറന്നു പോകേണ്ടതില്ല. ചിന്തിക്കണം നമ്മള്. അങ്ങനെ ഈ പെൺകുട്ടിയെ അന്വേഷിച്ചപ്പോഴെന്താണ്, സ്കൂളിൽ നിന്ന് +2 കഴിഞ്ഞ് കല്യാണത്തിന്റെ ഇടയിലുള്ള സമയത്ത് പോലും കൂട്ടുകാരികളുമായി ബന്ധപ്പെട്ടിട്ടും മറ്റുമൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഇത് ഉപയോഗിച്ചിരുന്ന, കല്യാണം കഴിഞ്ഞിട്ട് അതിന് അവസരം കിട്ടാതെ ആയപ്പോഴാണ് അവൾക്ക് ഈ മാനസിക അസ്വസ്ഥ്യം തുടങ്ങിയത്. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ, നമ്മുടെ മക്കൾ, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് എങ്ങനെ ഇത് വരുന്നു. നമ്മളുടെ ഇടയിൽ മദ്രസയിൽ പോകുന്ന ഒരു സമൂഹം പതുക്കെ ഇല്ലാതെയാവാൻ വേണ്ടി പോവാണ്. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലും മറ്റുമൊക്കെ ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യൻ അതിക്രമിയാണ്, മനുഷ്യൻ നന്ദി കെട്ടവനാണ് എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ തെളിവല്ലയോ അത്? അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഇംഗ്ലീഷ് മീഡിയത്തിൽ 2ാം വർഷമായി 3ാം വർഷമായി മദ്രസയിൽ അവൻ പോയിട്ടില്ല, എന്നാലും മദ്രസയിൽ നീ 1ാം ക്ലാസ്സിൽ പോവുക, 2ാം ക്ലാസ്സിൽ പോവുക എന്നുള്ളതൊന്നും ഈ കാലഘട്ടത്തിൽ നമ്മളതൊന്നും ഒരു വിഷയമാക്കേണ്ട സംഗതിയല്ല. മദ്രസകൾക്ക് നിയമമുണ്ട്,
പഠിക്കുന്നുണ്ട് എങ്കിലും നമ്മളത് വളരെ മക്കളുടെ ഭാവിയെ ഓർത്ത്, കാരണം ഇത് സർട്ടിഫിക്കറ്റുകൾ നേടാനുള്ളതല്ല. ഈ മദ്രസ പഠനം എന്ന് പറയുന്നത് വലിയ ജോലികൾ നേടാനുള്ളതല്ലല്ലോ. ഇതവരുടെ ജീവിതാവസാനം വരെ നിലനിൽക്കേണ്ട അല്ലാഹുവിന്റെ ദീനിന്റെ ജ്ഞാനങ്ങളാണ് അവരാ മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അതവർക്ക് വീണ്ടെടുത്തു കൊടുക്കുക. നമ്മൾ ഒരു കാരണവശാലും ഇനിയിപ്പോ ഒരുപക്ഷെ ഏതെങ്കിലും അവസ്ഥകളിൽ നമ്മളുടെ ചിന്തകളിൽ അന്നത് ബോധമില്ലാതെ നമ്മൾ ചെയ്തു പോയി, മക്കളെ മദ്രസയിൽ ചേർത്തിയില്ല, അവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ അവൻ ഉഷാറായിക്കോളും എന്നുള്ളൊരു ധാരണയോടുകൂടെ മക്കളെ നമ്മൾ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് തിരിച്ച് ചിന്തിച്ച് മക്കളെ ഉസ്താദുമാരുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് ചേർക്കേണ്ട, അവരുടെ അടുക്കൽ നമ്മൾ ഏൽപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്, ഈ ഒരു സമയത്താണ് നമ്മളുള്ളത്. അങ്ങനെയുള്ള മക്കള് മോശക്കാരാവൂലല്ലോ, ആവരുതല്ലോ. എന്നിട്ടും നമ്മൾ ബേജാറായി പോവാണ്. നമ്മളുടെ ഇടയിൽ ഈ പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നവരൊന്നും മദ്രസയിൽ പഠിക്കാത്തവരല്ല, ദീന് പഠിക്കാത്തവരല്ല. നമ്മളുടെ കണിശമായ നിയന്ത്രണത്തിനൊരു കുറവ് വന്നപ്പോൾ, നമ്മുടെ പലരുടെയും ശ്രദ്ധക്കൊരൽപ്പം കുറവ് വന്നപ്പോൾ, നമ്മുടെ ചെറുപ്പക്കാരും പുതിയ തലമുറയിൽ വളർന്നു വരുന്ന കുട്ടികളും അവർ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നത് ശരിയാണ്. അവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുക്കേണ്ട സമയമാണത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്, മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബനാ ഹബ് ലനാ, അല്ലാഹുവേ നിന്റെ ഔദാര്യമായി ഞങ്ങൾക്ക് നീ നൽകണേ. മക്കൾ അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അതാണ് ഖുർആനിൽ അല്ലാഹു പറയുന്നത്, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ പരമാധികാരം അല്ലാഹുവിനുള്ളതാണ്. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നവയെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നു. നമുക്കറിയില്ല എന്തിനാണ് അല്ലാഹു ഇന്ന മൃഗത്തെ സൃഷ്ടിച്ചത്, എന്തിനാണ് അല്ലാഹു ആ പക്ഷിയെ സൃഷ്ടിച്ചത്, ഈ മരത്തെ എന്തിനാണ് അല്ലാഹു സൃഷ്ടിച്ചത്, നമുക്കറിയില്ല. അവന്റെ തീരുമാനമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, യഹബു ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഔദാര്യമായി നൽകുന്നു. യഹബു, അല്ലാഹു തആല ഔദാര്യമായി നൽകുന്നു. ആരെ? ഇനാസ, പെൺമക്കളെ ഔദാര്യമായി നൽകുന്നു. അല്ലാഹു പെൺകുട്ടികളില്ലാത്തവർക്കൊക്കെ നല്ല പെൺകുട്ടികളെ നൽകുമാറാകട്ടെ. ചില സഹോദരിമാര് വരെ വിചാരിക്കും പെൺകുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മോശമാണ്. എവിടുന്നാണ് ഈ ധാരണ കിട്ടിയതെന്ന് അറിയില്ല. സ്ത്രീകൾ തന്നെയാണ് ഇതിനെ ആക്ഷേപിക്കാറുള്ളത്, അല്ലേ? മരുമക്കൾക്ക് പെൺകുട്ടികൾ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു പെൺകുട്ടിയായി, 2 പെൺകുട്ടിയായി, 4 പെൺകുട്ടിയായി, അതൊരു വലിയ ബേജാറ്. പടച്ചോനെ, ഇവര് പെൺകുട്ടികളെ തന്നെ ഉള്ളൂ എന്റെ മോന്. ചില ഉമ്മമാരൊക്കെ പറയും, 4 പെൺകുട്ടികളാണ് ഉസ്താദെ, കാര്യമായിട്ട് ദ്വാരക്കണം. എന്തിന്? പെൺകുട്ടികളുണ്ടായി ദ്വാരക്കണം എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ആ പറച്ചിലിൽ എന്തോ ഒരു ഉദ്ദേശ ശുദ്ധിയില്ലായ്മ മണക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കും, ചിന്തിക്കണത്. യഹബു ലിമൻ യശാഉ ഇനാഫാ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ ആല സലാസ ബനാത്തിൻ, 3 പെൺകുട്ടികളെ ഒരാൾ പോറ്റി വളർത്തിയാൽ ഫഅദ്ദബഹുന്ന, അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുത്തു. പെൺകുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് വേണ്ട മര്യാദകൾ അതെന്താണോ ആവശ്യമായിട്ടുള്ളത് അതവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. കല്യാണ പ്രായമെത്തിയപ്പോ ഫസവ്വജഹുന്ന, അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. വഅഹ്സന ഇലൈഹിന്ന, അവരിലേക്ക് എല്ലാ നന്മകളും പ്രദാനം ചെയ്തു. അവർക്ക് കല്യാണം കഴിച്ചവർ പോകുന്ന സമയത്ത് നല്ല ആഭരണങ്ങൾ വാങ്ങിക്കൊടുത്തു. ഇനി അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാറ് വാങ്ങിച്ചു കൊടുത്തു. ഇനിയിപ്പോ ഇതൊക്കെ ഞാൻ സ്ത്രീധനം കൊടുക്കണോന്ന് പറഞ്ഞു ഒന്നും നിങ്ങളാരും ധരിക്കേണ്ട, സമ്മാനമായിട്ട് കഴിയുന്നോ കൊടുത്തതിനിപ്പോ എന്ത് ചെയ്യാൻ? അങ്ങനെ കൊടുത്തു. മറ്റും അതുപോലെ തന്നെ ആൺകുട്ടികൾക്കോ കൊടുക്കുമ്പോ നമ്മുടെ പെൺകുട്ടികൾക്കും വല്ലതും കൊടുത്തു. അങ്ങനെ കൊടുത്താൽ ഫലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ട്. മൻ കാനത് ലഹു ഉൻസ, ഒരാൾക്കൊരു പെൺകുട്ടി ഉണ്ടായി, ഫലം യഇദ്ഹാ, ആ പെൺകുട്ടിയെ അവൻ ഒരിക്കലും കുഴിച്ചു മൂടിയില്ല. സ്കാൻ ചെയ്തിട്ട്
പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്കാലം അബോർട്ട് ചെയ്ത് കളയാം. ഇന്നത്തെ കാലം അങ്ങനെയല്ലേ? ചിന്തിച്ചു നോക്കണം നമ്മള്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ആ ഒരാലോചന എന്റെ ചെറുപ്പക്കാരെ, സഹോദരിമാരെ, എന്നെങ്കിലും വരുമ്പോ നിങ്ങളുടെ മനോമുഖരത്തിൽ ഈ ഒരു ഹദീസ് ഉണ്ടാകണേ. ഒരിക്കലും കുഴിച്ചു മൂടിയില്ല. 6-ാം നൂറ്റാണ്ടിലെ കാട്ടാള സമൂഹം പെൺകുട്ടികളെ ഒന്ന് പിറക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു, ആകാശം കാണാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. കണ്ട് ആ ഭൂമിയിൽ അവരുടെ കരച്ചിൽ അവർക്ക് കരയാൻ അവകാശമുണ്ടായിരുന്നു. എന്നിട്ട് അവർ കുഴിച്ചു മൂടിയുള്ളൂ എങ്കിൽ ഇന്ന് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ അവരെ ക്രൂരമായി കൊന്നൊടുക്കുന്ന പുതിയ തലമുറയുടെ മുമ്പിലാണ് പ്രവാചകൻ പറയുന്നത്, അവളെ ഒരു കാരണവശാലും അവളെ കുഴിച്ചു മൂടിയില്ല. പെൺകുട്ടിയാണെന്നതിന്റെ പേരിൽ അവളെ നിർമ്മിച്ചില്ല. അവൾ ആൺകുട്ടികൾക്ക് അവളെക്കാളും പ്രാധാന്യം നൽകിയില്ല. എങ്കിൽ അദ്ഖലഹുല്ലാഹുൽ ജന്നാ, അല്ലാഹു തആല അവനെ സ്വർഗ്ഗത്തിൽ കടത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. 3 പെൺകുട്ടികളുള്ളവര്, 2 പെൺകുട്ടികളുള്ളവര്, 1 പെൺകുട്ടികളുള്ളവര് എല്ലാവർക്കും സന്തോഷാണ്. റസൂലുള്ളാഹി എടുത്തു പറഞ്ഞില്ലേ, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ മിഠായി കൊണ്ടു ചെല്ലുമ്പോൾ, നിങ്ങൾ മധുരം കൊണ്ടു ചെല്ലുമ്പോൾ അവിടെ ആൺകുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്. അങ്ങനെ നിങ്ങൾ ചെല്ലുമ്പോ നിങ്ങൾ പെൺകുട്ടിക്ക് ആദ്യമായി കൊടുക്കണേ എന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യം കൂടെ പറയട്ടെ, ചില ആളുകൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളുണ്ട്. പെൺകുട്ടികളുടെ കല്യാണത്തിന് ശേഷം അവരുടെ വൈവാഹിക ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ പല രീതിയിൽ വരും. ഒരുപക്ഷെ ആ പെൺകുട്ടികൾ അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ സുഖസൗകര്യങ്ങളില്ലാതെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഭർത്താവ് അവരെ ഉപേക്ഷിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഞാനത് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ചിലപ്പോ ജീവിതത്തിന്റെ ആ ഒരു സുവർണ കാലഘട്ടത്തിൽ അവരുടെ ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞ് അവർ വിധവകളായി ജീവിക്കേണ്ടി വന്നേക്കാം. ആ സമയത്ത് പാക്കുള്ള ഒരു ബാധ്യതയെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഹദീസുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, അലാ അദുല്ലുകും അലാ അഫ്ളലിസ് സദഖ, നിങ്ങൾ നൽകുന്ന ദാനത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദാനത്തിന്റെ മേലിൽ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? കൊടുക്കുന്ന സദഖ പല കോലത്തിലുണ്ട്. അതിൽ ഏറ്റവും വലുത് ഏതാണ്? ഇബ്നതുക മർദൂദതുൻ ഇലൈക്, നിന്റെ പുന്നാര മകളെ നീ കല്യാണം കഴിച്ചേച്ച് അവൾ നിന്നിലേക്ക് മടക്കപ്പെട്ട് കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ? ഒന്നുകിൽ ത്വലാഖ് ചൊല്ലി വന്നു, അതല്ലാന്നുണ്ടെങ്കിൽ അവൾ വേറെ ഏതെങ്കിലും ഭർത്താവ് മരിച്ചിട്ട് വിധവയായിട്ട് വന്നു. നഊദുബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ, അല്ലാഹ് കാക്കട്ടെ. അങ്ങനെ വന്നാൽ നീ അവൾക്ക് കൊടുക്കുന്ന സ്വതക്ക ഏറ്റവും പുണ്യമാണ്. ആ പെണ്ണിനുണ്ട് അല്ലേ? ആ പെണ്ണിന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എത്ര ആൾക്കാരുണ്ടെന്നറിയോ? നമ്മളൊക്കെ ചിലപ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് പാടത്തിങ്ങനെ കൊയ്യാനും അതുപോലെ പാടത്തിങ്ങനെ ഞാറ് നടാനൊക്കെ നമ്മളുടെ ഉമ്മാരെ പോലുള്ള ഉമ്മമാര് പണിക്ക് പോവും. ഇപ്പോഴുണ്ട്, ഇല്ലാന്നല്ല. എന്തേ കാര്യം അന്വേഷിച്ച് നോക്കിയാലാണ് ഓൽക്ക് വാപ്പ മരിച്ചിട്ടുണ്ടാവും, ഭർത്താവ് മരിച്ചിട്ടുണ്ടാവും. മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് മറ്റൊരു കല്യാണം പോലും കഴിക്കാതെ പണിയെടുക്കുന്ന ആളുകൾ, മക്കൾക്ക് വേണ്ടി അങ്ങനെ അധ്വാനിക്കുന്ന സ്ത്രീകളെ കുറിച്ച് റസൂലുള്ളാഹി പറയാണ്, അനവംറഅതുൻ സുഫാഉൽ ഖദ്ദൈൻ, ഞാനും കവിൾ ചുവന്നുപോയ, എങ്ങനെ കവിൾ ചുവന്നുപോയ, അനാഥരായി പോയ, വാപ്പ മരിച്ച് അനാഥരായി പോയ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി പണിയെടുത്തിട്ട് കവിൾ ചുവന്നുപോയ സ്ത്രീകളും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയാണ്.
എങ്ങനെയുള്ള സ്ത്രീ? അവളുടെ ഭർത്താവ് മരിച്ചുപോയി, അവൾക്ക് സൗന്ദര്യമുണ്ട്, അവൾക്ക് കുലമഹിമയുണ്ട്, പക്ഷേ അവളുടെ സന്താനങ്ങളെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കല്യാണം കഴിക്കാതെ അങ്ങനെ അവൾ ജീവിച്ചാൽ, മക്കൾക്ക് വേണ്ടി അവൾ അധ്വാനിച്ചാൽ, ഞാനും അവളും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹു നൽകുന്ന വലിയ ഒരു ഔദാര്യമാണ് പെൺകുട്ടികൾ. അവരെ അവഗണിക്കരുത്, അവരെ ആക്ഷേപിക്കരുത്. എന്നാൽ അവരുടെ കാര്യത്തിൽ നമുക്ക് വലിയ ശ്രദ്ധയുണ്ടാവുകയും വേണം. അല്ലാഹു പറയാണ്, വയഹബു ലിമൻ യശാഉ ദുകൂർ. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുഞ്ഞുങ്ങളെയും നൽകുന്നു. അവന്റെ തീരുമാനമാണ്. അവൻ വെളുത്തവനാകണോ, കറുത്തവനാകണോ, വിരൂപനാകണോ, സുന്ദരനാവണോ, നീളമുള്ളവനാകണോ, കുറിയവനാകണോ, എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. ചിലപ്പോഴോ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അല്ലാഹു അവർക്ക് ഇടകലർത്തി നൽകുകയും ചെയ്യുന്നു. ചില ആളുകൾക്ക് അല്ലാഹു മക്കളെ നൽകുന്നേ ഇല്ല, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ചില ആളുകളെ അല്ലാഹു സന്താന ലബ്ധി ഇല്ലാത്തവരാക്കി മാറ്റുന്നു. എല്ലാം പടച്ചോന്റെ തീരുമാനം, അല്ലാഹുവിന്റെ ഔദാര്യമാണ് ഈ മക്കൾ. അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അമാനത്താണ്. നമ്മുടെ മേലെ ഒരുപാട് ബാധ്യതകൾ ഉള്ളതിൽ പ്രധാനപ്പെട്ട ചില ചിന്തകളാണ് ഞാൻ പങ്കുവെച്ചത്. അവസാനിച്ചിട്ടില്ല, പ്രത്യേകമായിട്ട് പറയേണ്ടതില്ലല്ലോ, എന്നാലും സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. മക്കൾക്ക് നല്ല പേരിടുക, അതുപോലെ തന്നെ മക്കളുടെ വലത്തേ കാതിൽ ബാങ്കും ഇടത്തേ കാതിൽ ഇഖാമത്തും കൊടുക്കുക, ഇതൊക്കെ മക്കളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മളുടെ വലിയ മക്കളെ പറ്റി അത് ആലോചിച്ചിട്ട് കാര്യമില്ല എന്നുണ്ടെങ്കിലും ഇനി വരാനിരിക്കുന്ന മക്കളെ കുറിച്ച് നമുക്കത് ആലോചിക്കാലോ. എന്നാ കാര്യത്തിലും ചില ആളുകൾക്ക് അശ്രദ്ധ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട്. വലത്തെ ചെവിയിൽ ബാങ്ക്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കേൾക്കാതെ നമ്മുടെ പുതിയ തലമുറ വരരുത് മുഅ്മിനീങ്ങളെ. ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും അതിനുള്ള സൗകര്യം നമ്മൾ കണ്ടെത്തിയേ മതിയാവും. അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി. മധുരം തൊട്ടുകൊടുക്കുക, അതിനൊക്കെ ആദ്യത്തെ ആ സമയത്താണ് ചെല്ലേണ്ടത്. ആദ്യത്തെ ആ സമയത്ത്, പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ ഏറ്റവും അടുത്ത സമയം. ഇനിയിപ്പോ അത് ആര് തൊട്ടുകൊടുക്കും എന്നുള്ളതാണ്. ഏറ്റവും നല്ല ആളുകൾ കൊടുക്കണം. മാതാവിന് കൊടുക്കാം, പിതാവിന് കൊടുക്കാം, വല്യമ്മാക്ക് കൊടുക്കാം, വല്യപ്പാക്ക് കൊടുക്കാം. മഹാന്മാര് പറയുന്നത്, ആരാണോ മധുരം തൊട്ടുകൊടുക്കുന്നത് ഇവരുടെ സ്വഭാവം ഇവരെ സ്വാധീനിക്കുമെന്നാണ്. എനിക്ക് തോന്നാറുണ്ട് അത് കാരണത്താലാണ് പലരും കൊടുക്കാത്തതെന്ന്. എന്നെ പോലെ ആവണ്ടെന്ന്. അത് നമ്മുടെ ആത്മവിശ്വാസക്കുറവാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മഹാന്മാരായ സ്വഹാബികൾ അവരുടെ കുഞ്ഞുങ്ങളുമായി വരുമായിരുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് കാരക്ക വായിലിട്ട് ചവച്ചിട്ട് അതിന്റെ മധുരം കൊടുക്കുകയോ അതല്ലെങ്കിൽ വായിൽ നിന്ന് തുപ്പിക്കൊടുക്കുകയോ ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ അഖീഖത്തറുക്കുക, അതുമായിട്ടൊന്നും ബന്ധപ്പെട്ട നിയമങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നല്ല പേരിടുക. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവരെ മര്യാദയിലായിട്ട് നമ്മൾ വളർത്തുക. അദബ്, മര്യാദ പഠിപ്പിക്കുക അവരെ. ഇന്നത്തെ കാലഘട്ടത്തില് പണ്ടൊക്കെ നമ്മളൊരു 7 വയസ്സും 8 വയസ്സൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നെങ്കിൽ ഇന്നവർക്ക് ഓർമ്മ വെച്ച് തുടങ്ങുന്നത് തന്നെ അവർ വലിയ ലോകത്താണ്. കുട്ടികളുടെ ഏറ്റവും വലിയ കളിപ്പാട്ടം എന്താണ്? ടാബ്ലറ്റുകളും മൊബൈൽ ഫോണുകളുമാണ്. അത് കളിപ്പാട്ടമല്ലല്ലോ. കുട്ടികളുടെ കളിപ്പാട്ടായി നമ്മളത് നൽകി. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും യൂട്യൂബിൽ എന്തും കാണാൻ കഴിയും, കാർട്ടൂണുകൾ കാണാൻ കഴിയും. പൂർണ്ണമായിട്ടും അതിൽ നിന്ന് നമ്മുടെ മക്കൾ അകന്നു നിൽക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെ അത് സാധ്യമാകും എന്ന് തോന്നും നമുക്ക്. പക്ഷെ ഞാൻ പറയട്ടെ, ഒന്ന്, അവരുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നമുണ്ട്. ഇന്നത്തെ മക്കളുടെ ആരോഗ്യം പഴയ കാലത്തുള്ളതിനേക്കാൾ നമ്മളുടെ ഈ സമൂഹം, നമ്മളുടെ തലമുറയായപ്പോൾ ആരോഗ്യം കുറഞ്ഞു, ആയുസ് കുറഞ്ഞു. ഇനി അടുത്ത തലമുറയാവുമ്പോ, നമ്മളുടെ മക്കളുടെ തലമുറയാവുമ്പോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം വീണ്ടും കുറയും. എന്താണ്? നമ്മൾ കുറച്ചെങ്കിലും നടന്നിരുന്നു,
ഇപ്പൊ ഞാൻ തന്നെ ദാറുദേ പഠിക്കുന്ന കാലത്ത് എത്ര വട്ടം ഈ തൽപ്പാർന്നാണ് നടന്നിട്ടുണ്ടെന്ന് അറിയും. അന്ന് നടന്നിരുന്നു. ഇപ്പം അടുത്തൊരു നല്ല 1 കിലോമീറ്റർ ഇപ്പം അടുത്ത് നടന്നത് നമുക്ക് ആർക്കാ ഓർമ്മ ഉള്ളത്? എവിടുക്കാ നമ്മൾ ആരെങ്കിലും നടന്നത്? വല്ലവനും നടക്കാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരോ സുഹൃത്തുക്കളോ നാട്ടുകാരോ അവനെ നടക്കാനൊട്ട് സമ്മതിക്കൂല. നമ്മളുടെ മക്കൾ നടക്കുന്നില്ല. എവിടെയാണ് അവർ നടക്കുന്നത്? സ്കൂളിലേക്ക് അവർ നടക്കുന്നില്ല. നമ്മളവർക്ക് സ്കൂളുകളിൽ പോകാനുള്ള വാഹനങ്ങൾ ഏർപ്പാടാക്കി കൊടുത്തു. പിന്നെയോ വീട്ടിൽ വന്നാലോ അവർ കളിക്കുന്നുണ്ടോ? അവർ കളിക്കുന്നില്ല. കളിയിലും വിനോദത്തിലും അവർ ഏർപ്പെടുന്നില്ല. അവരുടെ കളിയും വിനോദവും വെറും മൊബൈൽ ഫോണുകളും ടാബ്ലറ്റുകളുമായി മാറുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ആരോഗ്യം ചുരുങ്ങിപ്പോവുകയാണ്. അവരുടെ കണ്ണിന്റെ ആരോഗ്യം നശിച്ചു പോവുകയാണ്. ഈ മൊബൈൽ ഫോണിന്റെ വെളിച്ചം, ടാബ്ലറ്റിന്റെ വെളിച്ചം അവരുടെ കണ്ണുകളിലേക്ക് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ആവർത്തിച്ചെത്തുമ്പോ അവരുടെ കണ്ണിന്റെ സൂക്ഷ്മമായ പ്രകാശത്തെ അത് നശിപ്പിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയാതിരിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയാണ്, മക്കൾ അത്തരം കാര്യങ്ങളെ, അത്തരം ഉപകരണങ്ങളെ നിങ്ങളുടെ വീട്ടിലെ കളിപ്പാട്ടങ്ങളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് എങ്കിൽ അത് വാങ്ങിവെക്കാൻ, അവർക്ക് ഗുണദോഷം നൽകുവാൻ ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചേ മതിയാവൂ. വളരെ ഗൗരവത്തോടെ ആ വിഷയത്തിൽ നമ്മൾ അവർക്ക് താക്കീതുകൾ നൽകേണ്ടതായിട്ട് വരും. എന്തേ നമ്മൾ താക്കീത് നൽകാൻ മടിക്കുന്നു? നമ്മളുടെ വാപ്പാരും നമ്മളുടെ പ്രപിതാക്കന്മാരും ഒന്നും ആ വിഷയത്തിൽ യാതൊരു മടിയുണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ വിചാരിക്കും അവരൊക്കെ മഹാമുരടന്മാരായിരുന്നു, നമ്മളൊക്കെ വലിയ സ്നേഹപ്രകടനത്തിന്റെ ആൾക്കാരാണെന്ന്. വെറും ധാരണയാണത്. ആ സ്നേഹപ്രകടനം ഒരു ഗുണമില്ലാത്ത സ്നേഹപ്രകടനങ്ങളാണെന്ന് മനസ്സിലാക്കിക്കോ. മക്കളോട് കാരുണ്യം കാണിക്കണം, മക്കളെ ചുംബിക്കണം, മക്കളെ ചേർത്ത് നിർത്തണം. പക്ഷെ അതൊന്നും ചെയ്യൂല. മക്കളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് അവർക്കുള്ള സൗകര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കും. ഇതല്ലേ നടക്കുന്നത്? മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കാറുണ്ടോ? മക്കളെ നമ്മൾ ചുംബിക്കാറുണ്ടോ? നബിയോട് ചോദിച്ചു, നബിയെ നിങ്ങൾ ഈ മക്കളെയൊക്കെ ചുംബിക്കുകയാണോ എന്ന് ചോദിച്ചു. ഒരു സ്വഹാബി ചോദിച്ചില്ലേ, അത്ഭുതപ്പെട്ടു റസൂലുള്ളാഹി ചുംബിക്കുന്നത് കണ്ടപ്പോ. നമ്മൾ ചുംബിക്കൂല, നമ്മൾ അവനെ ചേർത്ത് പിടിക്കില്ല, നമ്മൾ വലിയ സ്നേഹം പ്രകടിപ്പിക്കും. എങ്ങനെ? ചോദിക്കുന്നത് മുഴുവൻ കൊടുക്കുക. ഇന്ന ചെരുപ്പ് വേണം, ഇന്ന ഡ്രസ്സ് വേണം, ഇന്ന ഷർട്ട് വേണം, ഇന്ന പാന്റ് വേണം, കളിപ്പാട്ടം വേണം. എന്നാൽ മുഅ്മിനീങ്ങളെ, അതല്ല അവർക്കുള്ള മര്യാദ. അവർക്കുള്ള മര്യാദ എന്ന് പറയുന്നത് അവർക്ക് ദീനിയായിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ വീടുകളിൽ നമ്മൾ ഖുർആൻ ഓതണം, ഭാര്യ ഖുർആൻ ഓതണം. നമ്മളുടെ വീടുകളിൽ നമ്മളുടെ മക്കൾ ഉണരുമ്പോ നമ്മളുടെ ഖുർആനിന്റെ സ്വരം കേട്ടവർ ഉണരണം. അവർ ഉണരുന്ന സമയത്ത് ചെറിയ കുഞ്ഞുങ്ങൾ ഉപ്പയെ കിടക്കയിൽ അന്വേഷിക്കുമ്പോ ഉപ്പ പള്ളിയിൽ പോയതാണെന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കണം. ഉപ്പ പള്ളിയിൽ നിന്ന് വരുന്നതാ കുഞ്ഞുങ്ങൾ കാണണം. ഉപ്പായുടെ കൈ പിടിച്ചിട്ട് ഞാൻ പള്ളിയിലേക്കുണ്ട് എന്ന് 4 വയസ്സും 3 വയസ്സും ഒക്കെയായ കുഞ്ഞുങ്ങൾ പറയുമ്പോ ഇടയ്ക്കെങ്കിലും നമ്മൾ അവരെ പള്ളിയിൽ കൊണ്ടുപോകുമ്പോ ആ ഒരു മാനസികമായ അവസ്ഥകൾ അവർക്ക് നേടിയെടുക്കാൻ കഴിയുമോ? നമ്മൾ നിസ്കരിക്കുന്നവരാണെന്നും നമ്മൾ ദീനുള്ളവരാണെന്നും നമുക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകളുണ്ട് എന്നും നമുക്ക് കേൾക്കാൻ പറ്റാത്ത പലതുമുണ്ട് എന്നും ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതലേ മനസ്സിലാക്കണം. അതല്ലാതെ നമ്മൾ 24 മണിക്കൂറും മൊബൈൽ ഫോണിലും ടാബ്ലറ്റിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. മക്കള് വാപ്പായെ കാണുന്നത് വാപ്പ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന ഒരാളായിട്ടാണ്, അല്ലേ? നമ്മളൊക്കെ വാപ്പാരെ പറ്റിയിട്ട് ചെറുപ്പത്തിൽ നമ്മൾ എന്തൊക്കെ കോലത്തിലാണ് കണ്ടിരുന്നത്. ഇന്നത്തെ വാപ്പാരെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, തമാശ പറയല്ല, ഒന്ന് ചിന്തിച്ചു നോക്കും. ഇന്നിപ്പോ നിങ്ങളൊരു വാപ്പയാണല്ലോ, നിങ്ങളുടെ സ്വഭാവം ഞാൻ ഈ പറഞ്ഞതാണെങ്കിൽ നിങ്ങളുടെ ഒരു 3-4 വയസ്സുള്ള മോന് നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കും കണ്ടിട്ടുണ്ടാവുന്ന ആലോചിച്ചു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നല്ല മാതൃക കൊടുക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഗൾഫിൽ വാപ്പാരുള്ള വീട്ടിലെ അവസ്ഥ, ഉമ്മമാരെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാര് പാവങ്ങളാണ്, കഷ്ടപ്പെട്ടിട്ടാണ് അവരവിടെ ജോലിയെടുക്കുന്നത്. ചെറുപ്പക്കാരെ, യുവാക്കളെ, അത് നമ്മൾ തിരിച്ചറിയണം. വാപ്പാടൊരിക്കലും ആ വേദനകൾ മക്കളോട് പറയില്ല. ഗൾഫിലുള്ള കഷ്ടപ്പാടിനെ കുറിച്ച് പറയില്ല. ഇവിടെ അവൻ പഠിച്ചു, +2 കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വാപ്പ കൂട്ടുകാരനോട് പറഞ്ഞിട്ട് ദുബൈയിൽ നല്ല ഒരു ജോലി ശരിയാക്കി. അവൻ പറഞ്ഞു, ഞാൻ ദുബൈക്ക് ഇപ്പൊ തന്നെ അല്ല, ഏതായാലും പോയി നോക്കാം. നല്ല ഒരു കമ്പനിയാണ്, നല്ല സാലറി ഉണ്ട്.
ഇവനാണെങ്കിൽ കൂട്ടുകാരില്ലാത്ത അടിച്ചു പൊളിച്ചു നടന്നിരുന്ന ഇവന്റെ പ്രകൃതിയാകെ മാറി ദുബൈയിലെ ശീതീകരിച്ച മുറിയിൽ കറങ്ങുന്ന കസേരയില് എഞ്ചിനീയറായിട്ട് സുന്ദരമായി ജോലി ചെയ്യുന്ന ഇവന് തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തന്റെ പിതാവിനെ ശപിച്ചുകൊണ്ടവൻ 1-2 ദിവസങ്ങൾ തള്ളി നീക്കി. പിതാവിന്റെ ജോലിയാണെങ്കിലോ ദുബൈയിൽ നിന്ന് കുറെ അപ്പുറത്ത് കിലോമീറ്ററുകൾക്കപ്പുറത്ത് എവിടെയോ ആണ്, അവിടെ ഇവൻ പോയിട്ടില്ല. തന്റെ വാപ്പായുടെ കൂട്ടുകാരൻ 2ാമത്തെ ദിവസം കാണാൻ വേണ്ടി വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നാട്ടിക്ക് പോവാണ്, എന്നാ വാപ്പാനെന്ന് കണ്ടിട്ട് പറയാം. കുറെ പറഞ്ഞു നോക്കി, അവസാനം പറഞ്ഞു നമുക്ക് പോകാം. വാപ്പയെ കാണാൻ വേണ്ടി ദുബൈ പട്ടണം കഴിഞ്ഞു. മരുഭൂമിയിലൂടെ ഒരുപാട് സഞ്ചരിച്ച് ആളുകളൊന്നും കൂടുതലില്ലാത്ത ഒരു പ്രദേശത്തെത്തി. അവിടെ വലിയ ഒരു ലേബർ ക്യാമ്പുണ്ട്. ചോദിച്ചു, എവിടെയാണ് വാപ്പ? അതെ, എവിടെയാണ് വാപ്പ? ലേബർ ക്യാമ്പിന്റെ പുറത്ത് കാറ് നിർത്തിയിട്ട് അകത്തേക്ക് പോയി. വാപ്പായുടെ ലോകം അവൻ കണ്ടപ്പോ, പടച്ച റബ്ബേ, ഇതാണോ എന്റെ വാപ്പയുടെ ലോകം? ഓർമ്മ വെച്ച കാലം മുതൽ 2 വർഷം കൂടുമ്പോ 1 മാസം മാത്രം കണ്ടിരുന്ന തന്റെ കടത്തം കണ്ടപ്പോ, തന്റെ പണിശമായ ദീനീ ചിട്ടകളുടെ കാര്യത്തിൽ മക്കളെ നമ്മൾ കൃത്യമായി പ്രോത്സാഹിപ്പിച്ചേ മതിയാവൂ. കേട്ടിട്ടില്ലേ നിങ്ങൾ? മഹാനായ സയ്യിദുനാ റബീഅത്ത് ബിനുൽ ഫറൂഖ് ഇമാമുൽ മദീന, മദീനയുടെ ഇമാമായിരുന്നു, മദീനയിലെ മുഹദ്ദിസായിരുന്നു റബീഅത്ത് ബിനുൽ ഫറൂഖ് എന്ന മഹാൻ. അദ്ദേഹം ഒരിക്കല് മദീന പള്ളിയിലേക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. ഉമ്മാനോടൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോ വീടിന്റെ മുമ്പിൽ ഒരു അപരിചിതൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ചോദിച്ചു, ആരടാ? എന്റെ വീട്ടിൽ വന്ന ആള് ചോദിക്കുകയാണ്. റബിയ ചോദിച്ചു, നിങ്ങളുടെ വീടോ? അത് എന്റെ വീടാണല്ലോ. നിങ്ങളുടെ വീടോ? അത് എന്റെ വീടാണല്ലോ. 2 ആളും ഭയങ്കര തല്ല്. എന്റെ വീടാണെന്ന് റബിയ, വന്ന ആള് പറഞ്ഞു എന്റെ വീടാണ്. കുറെ സമയം കഴിഞ്ഞു. അപ്പോഴാണ് റബീഅയുടെ ഉമ്മ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങി തന്റെ മകനോട് പറയുന്നത്, മോനെ, നിന്റെ വർത്തമാനം നിർത്തൂ. നിന്റെ ഉപ്പയായ ഫറൂഖാണിത്. 27 കൊല്ലം മുമ്പ് നിന്നെ ഞാൻ ഗർഭത്തിലായിരിക്കുമ്പോ ജിഹാദിന് വേണ്ടി ഇവിടെ നിന്ന് പോയ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയായ ഫറൂഖാണിത്, പൊന്നുമോനെ എന്ന് പറയുകയാണ് മഹാനായ സയ്യിദുനാ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. റബീഅക്ക് സന്തോഷമായി. വാപ്പയോട് പറഞ്ഞു, ഉപ്പ അറിയാതെ സംഭവിച്ചതാണ്. പള്ളിയിൽ ബാങ്ക് കൊടുത്തിരിക്കുന്നു, ഞാൻ പള്ളിയിലേക്ക് പോകട്ടെ. മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി റബീഅ പോയി. ഫറൂഖ് വീട്ടിലേക്ക് കയറി. ഭാര്യയോട് ചോദിച്ചു, 27 കൊല്ലം മുമ്പ് ഞാൻ യാത്ര പറഞ്ഞു പോകുമ്പോ നിന്റെ അടുക്കൽ ഞാൻ 20,000 ദീനാറുകൾ തന്നിരുന്നല്ലോ. എവിടെയാണ് നിന്റെ വരവ്? എവിടെയാണ് നിന്റെ ചെലവ്? എനിക്കതറിയാൻ ആഗ്രഹമുണ്ട്. ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുമ്പോ അത് കൃത്യമായിട്ട് നമ്മൾ ചെലവുകളും വരവുകളും നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകണം. നമ്മൾ അതിന്റെ കണക്കുകൾ കൃത്യമായി നമ്മളുടെ ഭർത്താവിനെ അറിയിക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മളുടെ ഭാര്യമാരുടെ കയ്യിൽ നമ്മൾ പണം കൊടുക്കുമ്പോ അതെന്തിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നു, അവർ ഉപയോഗപ്പെടുത്തുന്നു, കൃത്യമായ ബോധം നമുക്കില്ല എങ്കിൽ പല നഷ്ടങ്ങളും അതിന്റെ പേരിൽ കുടുംബം അനുഭവിക്കേണ്ടതായിട്ട് വരും. ഏതായാലും റബീഅത്ത് ബിനുൽ ഫറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ഇത് ചോദിച്ചപ്പോ ഉമ്മ പറയുകയാണ് പ്രിയപ്പെട്ട ഭർത്താവിനോട്, പള്ളിയിൽ ബാങ്കിന്റെ സമയമായല്ലോ, നിങ്ങൾ നിസ്കരിച്ചു വരൂ. അത് കഴിഞ്ഞതിന്റെ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി. മസ്ജിദുൻ നബവിയുടെ കുറെ പിൻഭാഗത്താണ് സൗകര്യം കിട്ടിയത്. നിസ്കാരം കഴിഞ്ഞപ്പോൾ അതാ ആളുകളുടെ മുമ്പിൽ സുമുഖനായ ഒരാൾ, മുഖം ശരിക്കും കാണുന്നില്ല. എന്തൊരു മനോഹരമായിട്ടാണ് ഹദീസ് പറയുന്നത്, എത്ര ഹൃദ്യമായിട്ടാണ് വിവരണങ്ങൾ നടത്തുന്നത്. തൊട്ടടുക്കലിരിക്കുന്ന ആളോട് റബീഅയുടെ ഉപ്പ ചോദിച്ചു, ആരാണ് ആ സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. അയാൾ ചോദിച്ചു, നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? ഹാദാ റബീഅത്ത് ബിനുൽ ഫറൂഖ് ഇമാമുൽ മദീന. മദീനയിലെ ഇപ്പോഴത്തെ ഇമാമായ
ഇവിടുത്തെ പ്രസിദ്ധനായ ഹദീസ് പണ്ഡിതനായ ഫറൂഖിന്റെ മകനായ റബീഅയാണത്. റബീഅ ഓടിപ്പോയി വീട്ടിലേക്ക് തന്റെ ഭാര്യയോട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, പെണ്ണേ, എനിക്ക് നീ 20,000 ദീനാറുകളുടെ കഥ പറഞ്ഞു തരേണ്ട, അതിനേക്കാൾ ഉത്തമമായ സൗഭാഗ്യമാണല്ലോ എന്റെ പൊന്നുമോനിലൂടെ എനിക്ക് നീ നൽകിയിരിക്കുന്നത്. അവൻ ഇന്ന് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ ഹദീസ് പറയുന്നുണ്ടല്ലോ, ആയത്തുകൾ പറയുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഈ രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് സ്വപ്നം കാണേണ്ടത്. നമ്മളുടെ മക്കളെ നമ്മൾ വലിയ ഫുട്ബോളർമാരാക്കാൻ സ്വപ്നം കാണേണ്ടതില്ല. നമ്മൾ അവരെ ക്രിക്കറ്റ് താരങ്ങളാക്കാൻ സ്വപ്നം കാണേണ്ടതില്ല. അവരെ വലിയ ഡാൻസർമാരാക്കുവാനോ ഭൗതിക ലോകത്ത് ഇങ്ങനെ ആ ചാടിമറിയുന്ന എന്തെങ്കിലും അവസ്ഥകളിൽ നമ്മുടെ മക്കളെത്തുവാനോ നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണേണ്ടതില്ല. മക്കളെ കുറിച്ച് നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നിങ്ങൾ അവരെ കുറിച്ച് സ്വപ്നം കാണുമ്പോ ഇവൻ വലിയ ഒരു ജോലി കിട്ടിയിട്ട് ആ ജോലി കൊണ്ട് എനിക്കവൻ സമ്പാദ്യങ്ങൾ കൊണ്ടുതരണം, ഇവൻ നല്ലൊരു കല്യാണം കഴിച്ചിട്ട് എനിക്കതിലൂടെ കുറെ സമ്പാദ്യങ്ങൾ കൊണ്ടുതരണം എന്നുള്ള സ്വപ്നങ്ങളൊന്നും കാണാതെ നിങ്ങൾ കാണേണ്ട ഒരേ ഒരു സ്വപ്നം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പൊന്നുമോനെ കുറിച്ച്, എന്റെ പൊന്നുമോളെ കുറിച്ച് ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കൾ. അല്ലാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.